അതുകൊണ്ട് ആ ആളിനെ ഈ കൂടെ കിടന്നവൻ എന്റെ രാപ്പനി അറിയാവൂ. അപ്പൊ അതുകൊണ്ട് ഞാനിത് അറിഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞേ മറ്റവനെ എന്തൊക്കെ വിളിച്ച്. പക്ഷെ ഇപ്പൊ ചോദിക്കുന്നുണ്ട് എയിംസ് തരാത്ത എന്താ മറ്റവനെ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനല്ല ചോദിക്കുന്നത്, നാട്ടുകാർ ചോദിക്കുന്നു. വെളിയിലിരുന്നുകൊണ്ട് ചില യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ കള്ളം പറഞ്ഞു തള്ളല്ല സുഹൃത്തുക്കളെ. അത് സൂചിയാണെങ്കിലും ഭഗവാന്റെ വകയാണ്, ദേവസ്വപ്പെടുന്ന പോകാൻ. അത് ദാനമാണ്, ഇത് മോഷണമാണ്. ഇത് മോഷണമാണെങ്കിൽ അത് മോഷണമാണ്. രാഷ്ട്രീയത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ശബരിമല കൊള്ള നടത്തിയത് ആരോപാലം പറഞ്ഞല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇലക്ഷൻ മുമ്പേ. കൊള്ള നടത്തിയത് ആരായാലും, ഏത് പാർട്ടിയുടെ ആളാണെങ്കിലും ഏത് പ്രമാണിയാണെങ്കിലും അകത്ത് കിടക്കും. കോൺക്രീറ്റിൽ വർഷങ്ങൾക്ക് മുമ്പ് ഏതാ ശബരിമലയിലെ കൊടിമരം നമുക്ക് എടുക്കാം ഉദാഹരണം. കള്ളത്തരമല്ലേ ഇത്? അന്ന് ആരാണ് കൊടിമരം തടിയാണെന്ന് പറഞ്ഞ് പൊളിച്ചത്? വാജിവാഹനം എന്ന് പറയുന്ന അയ്യപ്പന്റെ വാഹനം, കൊടിമരത്തിന്റെ മുകളിലിരിക്കുന്ന ദിവ്യമായ അയ്യപ്പന്റെ വാഹനം കുതിര, അതിനെ എടുത്ത് തന്ത്രിക്ക് കൊടുത്തതാരാ? പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിൽ കൂടിയാണ്, അല്ലാതെ വേറെ ഞങ്ങളാരും അല്ല. അപ്പൊ പറഞ്ഞെന്താ, ഇത് പൊളിച്ചു പണിയണം, ഇത് കുഴപ്പമാണ്. അപ്പൊ കോച്ചിയും കൂടെ ചേർന്നു. എന്താ ജ്യോതിഷം എന്ന് ആലോചിക്കണം കേട്ടോ. ജ്യോതിഷം വെച്ചേച്ച് പറയാണ്, ഇത് ഈ കൊടിമരത്തിന്റെ അകത്തുള്ള തടി ദ്രവിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് മാറ്റണം എന്നാണ് ദേവപ്രശ്നം. തന്ത്രി പറഞ്ഞു, അയ്യോ ഇനി ഒരു ദോഷം താമസിക്കാൻ പാടില്ല, ഇത് വീണാൽ വലിയ ദുർലക്ഷണമാണ്, മാറ്റിക്കോന്ന് പറഞ്ഞു. അഴിച്ചു നോക്കിയപ്പോൾ കോൺക്രീറ്റ്. ദൈവത്തിനെ പ്രാർത്ഥിക്കുന്ന ആളാ പറയാം. എന്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട് ഈ സാധനം. കേന്ദ്ര ഗവൺമെന്റ് പോലും തൊടാൻ പറ്റാത്ത ഏതോ ഒരു ഭക്തന്റെ വീട്ടിൽ, ആന്ധ്രയിലോ കർണാടകത്തോ ഏതോ ഒരു കോടീശ്വരന്റെ വീട്ടിൽ ഇരിപ്പുണ്ട് ഒറിജിനൽ എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഞാൻ എന്റെ മനസ്സ് പറയും, ദൈവം എന്നോട് പറയുന്നത് വിറ്റു. ഇത് ഉരുക്കിയതും പിടിച്ചൊന്നുമില്ല, ഇത് വിറ്റു. കോടാനുകൂടി വിലയ്ക്ക്. അതെന്റെ സ്വർണത്തിന്റെ വിലയ്ക്കല്ല. ഭഗവാന്റെ തിരുനടയിൽ വർഷങ്ങളായിരിക്കുന്ന കട്ടിളപ്പാളിയും കഥവുമാണ് ജയറാമന്റെ വീട്ടിൽ പൂജയ്ക്ക് കൊണ്ടുപോയതുപോലെ പല സ്ഥലത്തും കൊണ്ടുപോയി. ജയറാമൻ ഇവിടുന്ന് ഓരോരുത്തർ പറയുന്നു ശബരിമല സോണിയാഗാന്ധി സ്വർണം കെട്ട മാറ്റി വെച്ചു എന്ന് ഞാൻ പറയുന്നു. പക്ഷെ ഈ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് കരുണാകരന് പോകാൻ പറ്റാത്ത, മൂപ്പനാർക്ക് പോകാൻ പറ്റാത്ത സോണിയാഗാന്ധിയുടെ വീട്ടിന്റെ ഉള്ളിൽ ഈ പോറ്റിയെ കൊണ്ട് കയ്യിൽ ചരട് കെട്ടിക്കാൻ കൊണ്ടുപോയത് ആര് എന്നുള്ള കാര്യം നമുക്കറിയണം. അവർ ഈ പോറ്റിയുമായുള്ള ബന്ധം, അതായത് അവർക്ക് തന്നെ കരുണാകരന് കാണാൻ വയ്യ, മൂപ്പനാർ കാണാൻ പറ്റാത്ത സോണിയാഗാന്ധിയെ എത്രമാത്രം സമ്മതം ചെലുത്തിയിട്ടായിരിക്കും ഈ പോറ്റിയെ കൊണ്ട് അകത്ത് പോയത് നമ്മൾ ചിന്തിക്കണം. സാധാരണ ഇവിടെ ഉള്ള ഒരു കോൺഗ്രസ്സുകാരനെ സോണിയാഗാന്ധി ഒന്ന് കാണാൻ പോകും. ബഹുമാനായ കൊടിക്കുന്നിൽ സുരേഷ്, അദ്ദേഹത്തിന് പോലും സോണിയാഗാന്ധിയെ കാണണമെങ്കിൽ പാർലമെന്റ് വെച്ച് കാണാം. വീട്ടിൽ പോയി കാണണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് ചോദിച്ച് 10 ദിവസം കാത്തിരിക്കണം. അദ്ദേഹം കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തവണ പാർലമെന്റിൽ പോയ പാർലമെന്റ് അംഗമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് പോലും 10 ദിവസം മുമ്പേ പറയണമെന്ന് കാണണമെന്നുണ്ടെങ്കിൽ സോണിയാഗാന്ധി ഇപ്പൊ ആരെയും കാണുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കേരളത്തിലെ രാഷ്ട്രീയത്തിലെ UDF-ന്റെ കള്ളത്തരങ്ങൾ, വർഗീയതയുടെ വർഗീയ ആപത്ത്, ഇതെല്ലാം പറഞ്ഞു മനസ്സിലാക്കാൻ കരുത്തുള്ള നേതാക്കന്മാരാണ് ഈ യാത്രയിൽ പങ്കെടുക്കുന്നത്. നമുക്കറിയാം, കാസർഗോഡ് മുതൽ പാറശാല വരെ റോഡ് 4 വരി പാതയാക്കി എക്സ്പ്രസ് ഹൈവേ ആക്കി മാറ്റുന്നതിന് വേണ്ടി സ്ഥലമെടുക്കണം. കേന്ദ്ര ഗവൺമെന്റാണ് മറ്റെല്ലാ സംസ്ഥാനത്തിനും പണം കൊടുക്കുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ കേരളത്തിന്റെ കാര്യം വന്നപ്പോൾ പറഞ്ഞു കേരളത്തിന് തരത്തില്ല, അല്ലെങ്കിൽ നമുക്ക് നമ്മളോടൊരു ചിറ്റമ്മയുടെ നയമാണ്, ചിറ്റമ്മ തരത്തില്ല, കാരണം ചിറ്റമ്മയുടെ കൊച്ചല്ലല്ലോ എന്നുള്ളത് കൊണ്ട് ചിറ്റമ്മയുടെ കൊച്ചാക്കാഞ്ഞി തരാം എന്നാണ് പല നേതാക്കന്മാരും. അതിന് പ്രയാസമായിരിക്കും. ഇനിയിപ്പം പെറ്റുപോയ കൊച്ചിനെ ചിറ്റമ്മയുടെ കൊച്ചാക്കാൻ പാടായിരിക്കും. അപ്പൊ ഈ ചിറ്റമ്മയുടെ കൊച്ചിന് കൊടുക്കാത്തത് പോലെ നമുക്ക് ഒന്നും തരത്തില്ല. അപ്പം എന്ത് ചെയ്തു, സ്ഥലം നമ്മൾ എടുത്തു കൊടുക്കണം. സംസ്ഥാന സർക്കാർ 5000-ലധികം കോടി രൂപയാണ് അധികമായി ചെലവഴിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം, കാസർഗോഡ് മുതൽ ഇങ്ങനെ പാറശാല വരെ സ്ഥലം ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ ഇതെല്ലാം സാധാരണക്കാരുടെ സ്ഥലങ്ങൾ ഏറ്റെടുത്തതിന് കോടിക്കണക്കിന് രൂപ കൊടുത്ത കേരളത്തിലെ ജനങ്ങളുടെ പോക്കറ്റിൽ കോടിക്കണക്കിന് രൂപ വന്നു ഈ വികസനത്തിലൂടെ. ഈ റോഡ് സൈഡിലൊക്കെ കടയുള്ളവരും വീടുള്ളവരുമായ ആളുകളെ എല്ലാം കെട്ടിടങ്ങൾ ഏറ്റെടുത്തപ്പോൾ അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഒരു സമ്പത്ത് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം. അത് നിസ്സാര കാര്യമല്ല. കേരളം അതുകൂടെ സമ്പന്നമായി. ഈ റോഡ് വന്നത് കൊണ്ട് നമുക്ക് യാത്ര സുഖമാകും എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ റോഡ് വന്നതിന്റെ പേരിൽ നമ്മുടെ ജനങ്ങളുടെ കയ്യിലേക്ക് വലിയൊരു തുക വന്നിട്ടുണ്ട് എന്ന്, അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വലിയൊരു തുക വന്നിട്ടുണ്ട് എന്ന് നമ്മൾ മറക്കരുത്. 5000 കോടി കൊടുത്തത് ഈ തമിഴ്നാട്ടുകാർക്കല്ല, ഹിന്ദിക്കാർക്കല്ല കൊടുത്തത്, വടക്കേ ഇന്ത്യക്കാർക്കല്ല, കേരളത്തിൽ താമസിക്കുന്ന ജനങ്ങൾക്കാണ് കിട്ടിയത്. പിന്നെ വന്ന ഏറ്റവും വലിയൊരു വികസനമായി BJP പോലും ഉയർത്തി കാണിക്കുന്നത് വിഴിഞ്ഞം തുറമുഖം. ബാലവാനൊക്കെ പോയതുകൊണ്ടല്ല ഇപ്പൊ തന്നെ മുമ്പിലിരുന്ന് ചോദിച്ചേനെ, ഈ നിമിഷം വരെ കേന്ദ്ര ഗവൺമെന്റ് വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി 1 രൂപ പോലും ചെലവഴിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കും കേന്ദ്രം സഹായിച്ചു. കേന്ദ്രം പോർട്ട് തുടങ്ങാൻ അനുവാദം തന്നു എന്നുള്ളത് ശരിയാണ്. അത് കേന്ദ്ര ഗവൺമെന്റ് പോർട്ട് തുടങ്ങാൻ അനുവാദം തന്നു. അതിന്റെ ഒരു വശത്ത് അദാനിയാണ്. ഇതുവരെ അദാനി ചെലവാക്കിയ പണത്തിന്റെ
ആ തുകയേക്കാൾ 3 ഇരട്ടി, 2 ഇരട്ടി, അതായത് 3 2, ഇപ്പൊ 300 രൂപ ചെലവാക്കിയാൽ അതിൽ 100 രൂപ അദാനി ചെലവാക്കി, 200 രൂപ സംസ്ഥാന സർക്കാർ ചെലവാക്കി. കേന്ദ്ര ഗവൺമെന്റ് ഉദാഹരണമായിട്ട് പറഞ്ഞാണ്, കേന്ദ്ര ഗവൺമെന്റ് ഇതിൽ ഒരു പൈസ പോലും ഇന്ന് വരെ മുടക്കിയിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് വൈബിലിറ്റി ഗ്യാപ് ഫണ്ട് കൊടുക്കാമെന്നാണ്. അത് കേരള ഗവൺമെന്റ് ഉറപ്പ് കൊടുക്കണം, 30 വർഷത്തിനുള്ളിൽ ഈ പണം തിരിച്ചു കൊടുക്കണം, പലിശയും മുതലും ചേർത്ത്. അതായത് തരാൻ പോകുന്നത് 821 കോടി. അതായത് അദാനി പോർട്ടിന് നഷ്ടം സംഭവിച്ചാൽ, വിഴിഞ്ഞ പോർട്ടിന് നഷ്ടം സംഭവിച്ചാൽ അത് നികത്താൻ വേണ്ടി സംഭവിച്ചാൽ, അത് പ്രത്യേക കൊടുക്കണം, സംഭവിച്ചില്ലെങ്കിൽ കൊടുക്കൂല, സംഭവിച്ചാൽ 826 കോടി രൂപ കൊടുക്കും. പക്ഷെ ഇത് ഏതാണ്ട് 3000 കോടി രൂപയായി നമ്മൾ തിരിച്ചു കൊടുക്കണം. എങ്ങനെയുണ്ട്? കടമാണ്, പലിശയുണ്ട്, ലാഭത്തിന്റെ വിഹിതമുണ്ട് ഇതിനകത്ത്. ഇത് വരുന്നത് അങ്ങനെയാണ്. UDF സർക്കാരിന്റെ കാലത്താണ് ഇത് തുടങ്ങിയത്, ഞങ്ങളാണെന്നൊക്കെ അവകാശപ്പെടുന്നത്. UDF സർക്കാരിന്റെ കാലത്തുള്ള ഉണ്ടാക്കിയ എഗ്രിമെന്റിൽ ഈ പോർട്ട് തുടങ്ങി 2045 അദാനി നമുക്ക് ലാഭത്തിന്റെ വിഹിതം തന്നാൽ മതിയായി. പക്ഷേ ഇപ്പോൾ 6 വർഷം കഴിഞ്ഞാൽ അദാനി ലാഭത്തിന്റെ വിഹിതം, പിണറായി വിജയൻ സർക്കാർ വന്നപ്പോൾ എഗ്രിമെന്റിൽ മാറ്റം വരുത്തി. പഴയ എഗ്രിമെന്റ് പറ്റൂല, ഞങ്ങൾ പുതിയ എഗ്രിമെന്റ് വേണം, എന്നാൽ തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ അദാനി തയ്യാറായി. അതായത് 2026 ആയിട്ടുള്ളൂ. 2045 അദാനി ലാഭത്തിന്റെ വിഹിതം സംസ്ഥാന സർക്കാർ തരേണ്ടിയിരുന്നത് ആ എഗ്രിമെന്റ് പ്രകാരം. ആ എഗ്രിമെന്റ് റദ്ദാക്കി, പുതിയ റദ്ദാക്കിയപ്പോൾ 6 വർഷം കഴിയുമ്പോൾ, തുടങ്ങി 6 വർഷം, തുടങ്ങിയിട്ട് 2 വർഷം കഴിയും, 4 വർഷം കഴിഞ്ഞാൽ അടുത്ത 2028 കൂടി ഇവര് നമുക്ക് ലാഭത്തിന്റെ വിഹിതം തരേണ്ടി വരും സംസ്ഥാന സർക്കാരിന്. ഈ മാറ്റങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെയും UDF തമ്മിലുള്ള വ്യത്യാസം. നമ്മളിപ്പോ ആമയുടെ കാര്യം പറഞ്ഞു, ഞാൻ അതിന് വിശദമായിട്ട് അങ്ങോട്ട് പോകുന്നില്ല. പക്ഷെ അതിന്റെ അപകടം ഞാൻ പറഞ്ഞുതരാം. വനം മന്ത്രി കൂടിയായിരുന്ന ഞാൻ അതിന്റെ ഒരു അപകടം പറഞ്ഞുതരാം. ഇതുവരെ ഒരാളും പറയാത്തൊരു അപകടം. ഈ ആമയുടെ മുട്ട ഇടുന്ന എന്തോ ഒരു റിസർച്ച് സെന്ററോ മുട്ട വിരിക്കുന്ന മെഷീനോ അങ്ങനെയൊന്നും അല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ഈ ആമ കടലിൽ നിന്ന് കയറി വരും, വന്ന് കടപ്പുറത്ത് കുഴി കുഴിക്കും, അതിൽ മുട്ടയിടും, അത് മൂടി വെക്കും. അത് വിരിഞ്ഞു കഴിയുമ്പോൾ ഈ ആമ വിരിഞ്ഞ കുഞ്ഞുങ്ങളെല്ലാം കൂടി കടലിലേക്ക് ഇറങ്ങി പോകും. അപ്പൊ ഈ ഭാഗത്ത് കൂടി നടക്കാൻ പാടില്ല. നമ്മൾ അതിന്റെ പുറത്തുകൂടെ കയറി നടന്നാൽ മണ്ണിനടിയിൽ മുട്ട പൊട്ടിപ്പോകും. മണ്ണ് അത് ചെറുതായിട്ട് കുഴിയെടുക്കും, ഇത്രയും കുഴിയെ കാണത്തുള്ളൂ താഴോട്ട്. അതിനകത്ത് മുട്ടയിട്ടിട്ട് അത് തന്നെ മൂടും തിരിച്ച്. അപ്പൊ വിളയിൽ കിടക്കുന്ന മണ്ണാണ്, ചവിട്ടിയ മുട്ടയെല്ലാം പൊട്ടിപ്പോകും. അപ്പൊ അങ്ങനെ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി, വംശനാശം നേരിടുന്ന കടലാമയെ രക്ഷിക്കാൻ വേണ്ടി ഈ പദ്ധതി ഗുജറാത്ത് മുതൽ തീരദേശത്തെന്നാ പറഞ്ഞത്. ഇത് മുട്ടയിടുന്ന തീരദേശങ്ങളിൽ ഒന്നാണ് കേരളം. എന്താ സംഭവിക്കാൻ വന്നാൽ ടൈഗർ സാഞ്ചുറി പോലെയാവും. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശത്ത് താമസിക്കുന്നവർക്കും സ്വന്തം വീട്ടുമുറ്റത്തുള്ള കടപ്പുറത്ത് ഇറങ്ങിയാൽ പോലീസ് പിടിച്ച് ജയിലിടുന്ന ഒരു നിയമത്തിലേക്കാണ് ഇത് പോകാൻ പോകുന്നത്. അല്ലാതെ മുട്ടയിടുന്ന ഫാക്ടറി ഉണ്ടാക്കുന്നല്ല. ഇത് കരയിൽ എവിടെയാ മുട്ടയിടുന്ന ആർക്കും പറയാനൊക്കില്ല. അത് കയറുമ്പോ ഒരു മേഖല അറിയും, ഇന്ന മേഖലയിൽ മുട്ടയിടുന്ന സ്ഥലമാണ്, അത് മൊത്തം അങ്ങ് തടയും. അവിടെ മനുഷ്യന് കയറാൻ പാടില്ല. നമ്മളങ്ങോട്ട് അവര് വേലി കിട്ടുകയോ അല്ലെങ്കിൽ അവര് കേസെടുക്കുകയോ ചെയ്യും. കാരണം വനത്തിനകത്ത് കയറാൻ പറ്റുമോ? ടൈഗർ സാഞ്ചുറി എന്ന് പറഞ്ഞാൽ വീട് വയ്ക്കാൻ പറ്റുമോ? അവിടെ പിന്നെ രാത്രികാലം, പകലോ രാത്രിയോ മനുഷ്യന് കയറി നടക്കാൻ പറ്റുമോ? അപ്പോഴേ ഫോറസ്റ്റ് പിടിച്ചോളൂ എന്ന് പറയുന്നത് പോലെ ഈ തീരദേശത്തും മനുഷ്യന് ജീവിക്കാൻ, വള്ളത്തിൽ പോകാൻ പറ്റത്തില്ല. വള്ളം എവിടെയും കയറ്റാമല്ലോ. തീരദേശമുള്ള എവിടെയും മത്സ്യത്തൊഴിലാളിക്ക് വള്ളം ഇങ്ങനെ കയറ്റാം, തുടങ്ങി വന്നാൽ മതി. അവർക്കറിയാം പാറയില്ലാത്ത സ്ഥലം നോക്കി അവർക്ക് പോരും. അങ്ങനെ ഇനി അത് പറ്റില്ല. ഈ പറയുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കണം. ആ സ്ഥലത്തേക്ക് പിന്നെ തീരദേശത്തുള്ള സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും മത്സ്യത്തൊഴിലാളികൾക്കും പ്രവേശനമില്ല, ടൂറിസ്റ്റുകൾക്കും പ്രവേശനമില്ല. കാരണം നമ്മൾ ചവിട്ടി പൊട്ടിച്ചാലും മുട്ട. ഇത് അപകടം, അടുത്ത അപകടം നമ്മുടെ മുമ്പിൽ വരികയാണ്. പിന്നെ എന്താ അടുത്ത അപകടം? ബഡ്ജറ്റ്, ഇപ്പൊ കേന്ദ്ര ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്, ഖനനം നമ്മൾ ഏറ്റെടുക്കും. അതെങ്ങനെ ഖനനം ഏറ്റെടുക്കുന്നത്? അതായത് ചവറ മിനറൽസിന് വേണ്ടി, ടൈറ്റാനിയം ഫാക്ടറിക്ക് വേണ്ടി ഖനനം ചെയ്യുന്നത് സംസ്ഥാന സർക്കാരാണ്. നമ്മൾ ഖനനം ചെയ്യുന്നു, നമ്മൾ അത് വർദ്ധിപ്പിക്കുന്നു, അതിനെ വാല്യൂ അഡീഷൻ കൊടുക്കുന്നു, അതിനെ ടൈറ്റാനിയവുമായി ബന്ധപ്പെട്ട പ്രോഡക്റ്റുകളാക്കി മാറ്റുന്നു, വിൽക്കുന്നു. അതാണ് ടൈറ്റാനിയം കമ്പനി അനേകം തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുന്ന, സംസ്ഥാന സർക്കാരിന് വ്യവസായ വകുപ്പിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം സമ്പാദിച്ചു കൊടുക്കുന്ന ടൈറ്റാനിയം ഫാക്ടറി. ആവശ്യമായ മണ്ണ് അവിടെയുണ്ട്. അത് ഇനി എടുക്കാൻ പോകുന്ന കേന്ദ്ര ഗവൺമെന്റ്. അവിടുന്ന് മാത്രമല്ല, വയനാട്ടിലെ വനഭൂമിയുടെ അടിയിൽ, വയനാടൻ താമരശ്ശേരി ചുരം കയറി പോകുന്ന വനഭൂമിയുടെ അടിയിൽ കയറി ചെല്ലുന്നിടത്ത് വലിയ ധാതു നിക്ഷേപം ഉണ്ടെന്നാണ് കണ്ടുപിടുത്തം. അതായത് കാട് വെട്ടി തെളിച്ച് അടിയിൽ കിടക്കുന്ന ധാതു വലിയ ഹിറ്റാച്ചിയും JCB വെച്ച് തോണ്ടിയെടുത്ത് പോകുന്നത് കേന്ദ്ര സർക്കാർ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപകടങ്ങളാണ്. ഈ കേന്ദ്ര സർക്കാരിന്റെ ബഡ്ജറ്റിൽ ആമയെ കിട്ടിയുള്ളൂ എന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയുന്നെങ്കിലും കിട്ടാൻ പോകുന്ന അപകടം ഇച്ചിരി വലുതാണ് എന്നോർക്കുക. 2-3 അപകടങ്ങൾ വളരെ വലുതായിട്ട് കേരളത്തിന്റെ പരിസ്ഥിതിയെ ബാധിക്കുന്ന, വയനാട്ടിലെ വനഭൂമിയുടെ അടിയിൽ ഒളിഞ്ഞു കിടക്കുന്ന ധാതുക്കളെ ഖനനം ചെയ്യാനുള്ള പരിശ്രമത്തെ തുടക്കമാണ്. അതിന്റെ ഒരു വിളിയാണ്. നമ്മൾ വിചാരിക്കും ആമയെ തന്നുള്ളൂ, ധാതുക്കളെല്ലാം ഖനനം ചെയ്തെടുത്ത് രാജ്യത്തെ രക്ഷിക്കും. അങ്ങനെയല്ല. അത് കുത്തക മുതലാളിമാർക്ക് ഖനനം ചെയ്ത് കൊണ്ടുപോകാനുള്ള അനുവാദം കൊടുക്കും.
ചവറയിൽ നിന്ന് മാറുന്ന കരിമണൽ കൊണ്ടുപോകുന്നതിന് കുത്തന മുതലാളിമാരായിരിക്കും. അതിന്റെ പണം ശേഖരിക്കാൻ പോകുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആയിരിക്കും. അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. കാരണം ഇത്ര അടി താഴ്ചയ്ക്ക് പോയാലേ കേന്ദ്ര ഗവൺമെന്റ് അവകാശമുള്ളൂ. മേളിൽ കിടക്കുന്ന മണൽ വാരുന്നതിന് ആരുടെ അനുവാദമുണ്ട്? സംസ്ഥാന സർക്കാരിന് വാരാൻ. ഇത് അപകടകരമായ രണ്ട് കാര്യം. ഒന്ന്, ഈ ആമയുടെ കേസ് വലിയ അപകടമായി മാറും. അതുപോലെ ഈ ഖനനം വലിയ അപകടമായി മാറും. കേരളത്തെ വളരെ ദോഷകരമായി ബാധിക്കുന്ന ബഡ്ജറ്റാണ്. അല്ലാതെ ഗുണമില്ല എന്ന് മാത്രമല്ല. എയിംസും ഒന്നും തന്നില്ല എങ്കിലും എയിംസ് തരത്തില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല. തിരുവനന്തപുരത്ത് പ്രസംഗിച്ചാൽ പറഞ്ഞു എയിംസ് തരത്തിൽ എനിക്ക് അറിഞ്ഞൂടി. എയിംസ് തരുമെന്ന് പറയുന്ന ആളിനെ എനിക്ക് നന്നായിട്ട് അറിഞ്ഞൂടി. അതുകൊണ്ട് ആ ആളിനെ ഈ കൂടെ കിടന്നവൻ എന്റെ രാപ്പനി അറിയാവൂ. അപ്പൊ അതുകൊണ്ട് ഞാനിത് അറിഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞേ. മറ്റവനെ എന്തൊക്കെ വിളിച്ച്, പക്ഷെ ഇപ്പൊ ചോദിക്കുന്നുണ്ട് എയിംസ് തരാത്ത എന്താ മറ്റവനെ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനല്ല ചോദിക്കുന്നത്, നാട്ടുകാർ ചോദിക്കുന്നു. എന്തിനാണ് നമ്മുടെ നാട്ടിൽ ഒരു പഴയ ചൊല്ലുണ്ട്, മുണ്ട് കൊടുത്ത് കോണാൻ വാങ്ങിക്കാൻ തുടങ്ങി. നല്ല മുണ്ട് കൊടുത്തുകൊണ്ട് വന്നേച്ചേ അത് ഊരി കൊടുത്തിട്ട് കോണാൻ വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് പോകുന്ന പോലെയാണ് അദ്ദേഹത്തിന്റെ സ്ഥിതി. ഇവിടെ എയിംസ് വരണമെന്നുണ്ടല്ലോ, കോഴിക്ക് ഏതാണ്ട് വരുമെന്ന് പറഞ്ഞാൽ എയിംസ് വന്നിട്ട് ചികിത്സിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നത് എന്തുവാ? ഞങ്ങൾ NDA അധികാരത്തിലെത്തിക്കൂ, ഞങ്ങൾ കേരളത്തെ വികസിപ്പിക്കാം. അത് ഈ കോഴിക്ക് ഏതാണ്ട് വരുമെന്ന് പറഞ്ഞു നടക്കാം. അത് വന്നേച്ച് പാല് കുടിക്കാം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് ഇതാണ് ഇവരുടെ കയ്യിൽ കേന്ദ്രത്തിന്റെ അവഗണന. അതിന്റെ കൂടെ ഇവിടെ UDFന്റെ വർഗീയത. നമ്മളിപ്പോ BJP കളിയൊക്കെ പറയും, BJPക്കാര് വർഗീയവാദികളാണ്, RSS ഉണ്ട് എന്ന് പറയും. അതവിടെ നിൽക്കട്ട്. അവരെക്കാൾ മോശമായ ജാതിയാണ് കോൺഗ്രസ് പറയുന്നത്. വിവിധ ജാതികളാണ്, വിവിധ ജാതികൾ. അതായത് മതം പറഞ്ഞ് ഭിന്നിപ്പിച്ചുകൊണ്ട്. എവിടെ? ശ്രീനാരായണ ഗുരുദേവ് ജനിച്ചു വളർന്ന മതം ഏതായാലും മനുഷ്യൻ നന്നാവണമെന്ന് പഠിപ്പിച്ച, മനുഷ്യൻ ജാതി മതങ്ങൾ ചോദിക്കുന്നത് അപമാനമാണെന്ന് പഠിപ്പിച്ച, ജാതി ചോദിക്കരുത് പറയരുത് എന്ന് പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച മണ്ണിൽ കോൺഗ്രസ്സുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? ഇത് ക്രിസ്ത്യാനി, ഇത് മുസ്ലിം, ഇത് നായര്, ഓർത്തഡോക്സ്, യാക്കോബ, ഇങ്ങനെ തിരിച്ച് തമ്മിലടുപ്പിച്ചിട്ട് അവരുടെ എല്ലാം വോട്ട് വാങ്ങി പെട്ടിയിലിട്ട് ജയിക്കുന്ന ഫോർമുലയാണ് നടക്കുന്നത്. ഏത് വർഗീയ ശക്തികളുമായും കൂട്ടുകൂടാൻ അവർ തയ്യാറാവുകയാണ്. ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് കോട്ടം വരുന്ന തരത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തനം അവസരവാദപരമായ കൂട്ടുകെട്ടാണ്. കോൺഗ്രസിന്റെ അവസരപരമായ കൂട്ടുകെട്ടും അഴിമതിയുമാണ് ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവന്നത്. അതിലാർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. BJPയുടെ പ്രവർത്തന വിജയം കൊണ്ടല്ല, കോൺഗ്രസിന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും അവസരവാദപരമായ സമീപനവും മതന്യൂനപക്ഷങ്ങളോടും മറ്റുമുള്ള സമീപനം, ജാതിപരമായ സമീപനം അവര് എടുത്തു. അതിലാണ് അവർ പൊടിഞ്ഞു വരുന്നത്. മതേതരത്വന്റെ നിലപാട് വിട്ടുകൊണ്ട് അവർ നീങ്ങിയപ്പോഴാണ്, ഇന്ത്യയിൽ അഴിമതി വർദ്ധിച്ചപ്പോഴാണ് മറ്റൊരു ഗവൺമെന്റ് വരട്ടെ എന്ന് വടക്കേ ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിക്കുകയും അങ്ങനെ BJP അധികാരത്തിലെത്തുകയും ചെയ്തു. BJP അധികാരത്തിൽ കൊണ്ടുവന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, BJP അധികാരത്തിൽ കൊണ്ടുവന്ന ഇടതുപക്ഷ മുന്നണിയല്ല. BJP അധികാരത്തിൽ കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ ദുർഭരണം കണ്ട് പ്രതിമുട്ടിയാണ് ജനങ്ങൾ BJP വോട്ട് ചെയ്ത് BJP അധികാരത്തിൽ കൊണ്ടുവന്നത്. പിന്നീട് അവർ പിടിച്ചു നിന്നു, അത് വേറെ കാര്യം. പക്ഷേ ഈ അപകടമെല്ലാം, ഇനിയും അപകടങ്ങൾ വിളിച്ചു വരുത്താൻ പോകുന്നതിന് പുറകിൽ കോൺഗ്രസ് ആണ്. ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ കണ്ടതെല്ലാം ജാതിയായിരുന്നു. നമ്മളെല്ലാവരും ചിന്തിച്ചു, ശബരിമല എന്തെങ്കിലും ഒരു വിളി, ഈ സർക്കാരിനെതിരെ മറ്റെന്തെങ്കിലും ഒരു വിഷയം ഉന്നയിച്ച് ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കാൻ പോലും UDFക്കാർ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ സർക്കാരിൽ അഴിമതിയില്ല. നമ്മളെന്താണ് രാഷ്ട്രീയത്തിൽ നമ്മൾ ഏറ്റവും വെറുക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് വർഗീയതയും ഒന്ന് അഴിമതിയുമാണ്. ഈ രണ്ട് കാര്യങ്ങൾ വെറുക്കപ്പെടേണ്ടതാണ്. ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചും ഇവിടെ പറഞ്ഞില്ല. ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് ഹിന്ദു മതത്തിൽപ്പെട്ടവരുടെ വികാരത്തെ ഉണർത്തിവിടാൻ ശ്രമിക്കുകയും, ശബരിമല എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രദേശങ്ങളെ സംബന്ധിച്ച് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാം ഒരു നിലപാടാണ്. അതിനകത്ത് ശബരിമലയോടെ അയ്യപ്പനോടൊപ്പമാണ്. കാരണം ഈ വഴിയിൽ കച്ചവടം നടത്തുന്നവരും ആ സീസണിൽ അതിന് ഗുണഫലം അനുഭവിക്കുന്നവരും എല്ലാം സാധാരണക്കാരായ വിവിധ മതങ്ങളിൽപ്പെട്ടവരാണ്. അപ്പൊ അവരുടെ ആ ഒരു വികാരത്തെ, അയ്യപ്പൻ എന്ന വികാരത്തെ ചൂഷണം ചെയ്ത് അധികാരം പിടിക്കുക എന്നുള്ള നടപടിയുടെ ഭാഗമാണ് ഇപ്പോൾ അസംബ്ലിയിലും കാണുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള നടന്നു എന്നതും അത് അന്വേഷിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. ഈ സ്വർണ്ണക്കൊള്ള നടത്തിയെന്ന് കണ്ടുപിടിക്കുന്നത് ഹൈക്കോടതിയാണ്. അതിന്റെ തുടർന്നുള്ള അന്വേഷണം ഹൈക്കോടതിയാണ്. അതിനെ തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ ഹൈക്കോടതിയാണ് ഈ കേസിനെ വിലയിരുത്തുന്നത്. ഓരോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, SITയുടെ ഉദ്യോഗസ്ഥന്മാർ അടച്ചിട്ട കോടതി മുറിയിൽ 2 ആഴ്ച കൂടുമ്പോൾ അന്ന് വരെ നടന്ന എല്ലാ കാര്യങ്ങളും അക്ഷരം പ്രതി 2 ജഡ്ജിമാരെ, ഒരു വിദ്യയല്ല 2 ജഡ്ജിമാരെ ബോധ്യപ്പെടുത്തണം. ഡിവിഷണൽ ബെഞ്ചാണ്. ബോധ്യപ്പെടുത്തി കഴിയുമ്പോൾ അവിടെ നിന്നും അതെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തി ഇന്ന രീതിയിൽ പോകണമെന്ന് നിർദ്ദേശം കൊടുക്കും. ഇന്ന പോലെയെല്ലാം അന്വേഷിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ പറയും. കൊണ്ടുവന്നത് കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയും. ഇന്നേ ദിവസം വരെ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് SIയുടെ അന്വേഷണം തൃപ്തികരമാണ് എന്നാണ്. കഴിഞ്ഞ 3ഓ 4ഓ സിറ്റിംഗിന് ശേഷവും ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ഡിവിഷണൽ ബെഞ്ചാണ് പറയുന്നത്. അപ്പൊ ഈ സൂപ്പർവൈസർ ആരാണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസിലല്ല, പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ല, കേരളത്തിന്റെ DGP അല്ല. SITയെ കൈകാര്യം ചെയ്യുന്നതും നിയന്ത്രിക്കുന്നതും
ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് എന്ന് ഈ ദുഷ്ടരാക്കുള്ളവർ മനസ്സിലാക്കണം. ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. രാഷ്ട്രീയത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ശബരിമല കൊള്ള നടത്തിയത് ആരോപാലം പറഞ്ഞല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇലക്ഷൻ മുമ്പേ. കൊള്ള നടത്തിയത് ആരായാലും, ഏത് പാർട്ടിയുടെ ആളാണെങ്കിലും, ഏത് പ്രമാണിയാണെങ്കിലും അകത്ത് കിടക്കും. കോൺക്രീറ്റിൽ വർഷങ്ങൾക്ക് മുമ്പ് ഏതാ ശബരിമലയിലെ കൊടിമരം നമുക്ക് എടുക്കാം ഉദാഹരണം. കള്ളത്തരമല്ലേ ഇത്? അന്ന് ആരാണ് കൊടിമരം തടിയാണെന്ന് പറഞ്ഞ് പൊളിച്ചത്? വാജിവാഹനം എന്ന് പറയുന്ന അയ്യപ്പന്റെ വാഹനം, കൊടിമരത്തിന്റെ മുകളിലിരിക്കുന്ന ദിവ്യമായ അയ്യപ്പന്റെ വാഹനം കുതിര, അതിനെ എടുത്ത് തന്ത്രിക്ക് കൊടുത്തതാരാ? പ്രയാർ ഗോപാലേശ്വരും അജയ് തറയിൽ കൂടിയാണ്, അല്ലാതെ വേറെ ഞങ്ങളാരും അല്ല. അപ്പൊ പറഞ്ഞെന്താ, ഇത് പൊളിച്ചു പണിയണം, ഇത് കുഴപ്പമാണ്. അപ്പൊ കോച്ചിയും കൂടെ ചേർന്നു. എന്താ ജ്യോതിഷം എന്ന് ആലോചിക്കണം കേട്ടോ. ജ്യോതിഷം വെച്ചേച്ച് പറയാണ്, ഇത് ഈ കൊടിമരത്തിന്റെ അകത്തുള്ള തടി ദ്രവിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് മാറ്റണം എന്നാണ് ദേവപ്രശ്നം. തന്ത്രി പറഞ്ഞു, അയ്യോ ഇനി ഒരു ദോഷം താമസിക്കാൻ പാടില്ല, ഇത് വീണാൽ വലിയ ദുർലക്ഷണമാണ്, മാറ്റിക്കോന്ന് പറഞ്ഞു. അഴിച്ചു നോക്കിയപ്പോൾ കോൺക്രീറ്റാണ്. ഈ കോൺക്രീറ്റിൽ കൊടിമരം എന്ന് പറയുന്ന സാധനം നമ്മുടെ പ്രദേശങ്ങളിലെ കൊച്ചമ്പലങ്ങളിൽ പോലും ഇല്ല, അല്ലയോ? നമ്മൾ കൊടിമരം എന്തോ ചെയ്യുന്ന വലിയ തേക്ക് മരം വാങ്ങിച്ചേച്ച് എണ്ണ തോണിയിട്ടേക്ക് മാസങ്ങളോളം അതിൽ കിടന്ന് അതിലുള്ള ഇതെല്ലാം ഇറങ്ങിയതിനു ശേഷം ഈ തടി കട്ടിയായതിനു ശേഷം ഈ തടി കുഴിച്ചു നിർത്തിയതിനു ശേഷം അതിന്റെ പുറത്താണ് സ്വർണത്തിന്റെ ആയാലും ചെമ്പിന്റെ ആയാലും ഇത്രയുടെ അതിന്റെ ഈ കവർ ഇടുന്ന ആ പറ ഇങ്ങനെ അകത്തോട്ട് ഇറക്കിയിടും. എന്നിട്ടാണ് കൊടിമരം ഉണ്ടാക്കുന്നത്. ആ കൊടിമരത്തിന്റെ മുകളിൽ ഇപ്പൊ തലൂർ അമ്പലത്തിൽ പോയി നോക്കിയാൽ ആ കൊടിമരത്തിന് മുകളിൽ ഇരിക്കുന്നത് സിംഹമാണ്. കാരണം ദേവിയുടെ വാഹനം സിംഹമാണെന്നാണ് സംഗതി. കൊട്ടാകര ഗണപതി അമ്പലത്തിൽ പോയി നോക്കിയാൽ എലിയാണ് അതിന്റെ പുറത്തിരിക്കുന്നത്. ഗണപതിയുടെ വാഹനം എലിയായതുകൊണ്ട്. ശിവന്റെ പടിഞ്ഞാറ്റിങ്കര അമ്പലത്തിൽ പോയി നോക്കി ഇപ്പൊ സ്വർണ്ണ കൊടിമരം സ്ഥാപിച്ചു, കോടിക്കണക്കിന് വിലവാക്കി ഇപ്പൊ സ്വർണ്ണ കൊടിമരം സ്ഥാപിച്ചു. അതിന്റെ മേളിൽ ഇരിക്കുന്നത് നന്ദിയാണ്, ശിവന്റെ വാഹനമാണ്, ഒരു കാള അതിന്റെ പുറത്ത് കിടക്കുകയാണ്. അയ്യപ്പന്റെ വാഹനമായ കുതിര എടുക്കുമ്പോൾ അത് തന്ത്രിക്ക് അവകാശപ്പെട്ടാണെന്ന് പറഞ്ഞാൽ രണ്ട് തന്ത്രിമാരില്ലേ, ഇത് രണ്ടായിട്ട് മുറിച്ചു കൊടുക്കാത്ത കണ്ഠര് മഹേശ്വരവും ഉണ്ട്, കണ്ഠര് രാജീവരും ഉണ്ട്. ആന്നേ രണ്ടുപേരുണ്ട്. രണ്ട് തന്ത്രിമാര് മാറി മാറിയായത്. അപ്പൊ ഇളക്കുന്ന സമയത്ത് ഇതെടുത്ത് ഒരു തന്ത്രിക്ക് കൊടുക്കും. അപ്പൊ ഇവരൊരു കമ്പനിയാണ്. മറ്റവർക്ക് എന്താ കൊടുക്കാത്ത? അവർക്കും അങ്ങനെ അവർക്കും അവകാശമില്ല. ഈ തന്ത്രിയെ നിയമിക്കുന്ന ആരാ? അയ്യപ്പന്റെ കുടുംബമാണ്, അയ്യപ്പന്റെ ബന്ധുവാണെന്നൊക്കെ വെറുതെ കള്ളം പറയുന്നത്. ഇവിടെ അമ്പല കമ്മിറ്റിക്കാരെ കൊണ്ടുപോയി ഇവിടെ ചെയ്യുന്ന കൂടുതൽ കൊണ്ടുവരും. തന്ത്രി ആരാന്നാരെ തീരുമാനിക്കുന്നത്? അമ്പല കമ്മിറ്റിക്കാർ. ഒരു അമ്പലം പുതുക്കി പണിതാൽ ആ അമ്പലത്തിന്റെ അവസാനം NSSന്റെ ഒരു അമ്പലം അഞ്ചല് കളരിയിൽ ക്ഷേത്രം ഒരു വലിയ കുടുംബം NSS എഴുതി കൊടുത്തു. അതിന്റെ പുനർനിർമ്മാണം വന്നപ്പോൾ അവിടെ തന്ത്രി ആരെ വയ്ക്കണം എന്ന് ചോദിച്ചപ്പോൾ അച്ഛനാണ് തീരുമാനിച്ചത് കാളിദാസ ഭട്ടതിരി വരട്ടെ. അങ്ങനെ ആ അമ്പലത്തിന്റെ തന്ത്രി കാളിദാസ ഭട്ടതിരിയായി മാറി. അല്ലാതെ കാളിദാസ ഭട്ടതിരി ഈ അമ്പലമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. അന്ന് എടുത്ത നാലു കൂടിയും പ്രസിഡന്റ് എന്ന നിലയിൽ അച്ഛൻ ഒരു തീരുമാനം എടുത്തു. അദ്ദേഹത്തെ വിളിക്കൂ എന്ന് പറഞ്ഞു. അദ്ദേഹം വന്നു, തന്ത്രിയായി. പിന്നീട് രണ്ടാമത് പുനരുദ്ധാരണം നടത്തി. അപ്പോഴും അദ്ദേഹം തന്നെ തന്ത്രിയായി വന്നു എന്ന് പറഞ്ഞ് ശബരിമല ക്ഷേത്രം കത്തി നശിച്ചതിന് ശേഷം ചിത്രേനാൾ മഹാരാജാവ് ഈ ക്ഷേത്രത്തെ പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചു. ഇന്നത്തെ കാണുന്ന ശബരിമല ക്ഷേത്രം 18 പടിയോടുകൂടിയ ഈ ക്ഷേത്രം നിർമ്മിക്കുന്നതിന്റെ പ്രധാന പുത്തൻ അതിന്റെ പരിഷ്കാരങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. മന്നത്ത് പത്മനാഭൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, R ശങ്കർ സെക്രട്ടറി മെമ്പറുമായിരുന്ന രണ്ടംഗ ദേവസ്വം ബോർഡായിരുന്നു. ആ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ രാജാവ് സൃഷ്ടിച്ചതാണ്. ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അന്നത്തെ കമ്മിറ്റിയാണ്, അവർ രണ്ടിനുമുള്ള കമ്മിറ്റിയാണ് ഈ ക്ഷേത്രം പുതുക്കി പണിയുന്നത്. മഹാരാജാവിന്റെ പൈസയ്ക്കാണ് പണിയുന്നത്, ചിത്രനാൾ മഹാരാജാവ്. അപ്പൊ അന്ന് അവർ തീരുമാനിച്ചു ഈ കുടുംബക്കാരെ ചെങ്ങന്നൂരിൽ ഈ കുടുംബക്കാരെ തന്ത്രിയായിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് അവരെ വിളിച്ചു. അല്ലാതെ അവിടെ അതിന് തന്ത്രിയൊന്നുമില്ല. ഇത് വനത്തിനുള്ള ഒരു താപസ ക്ഷേത്രമാണ്. അയ്യപ്പന്റെ താപസനായ അയ്യപ്പന്റെ ക്ഷേത്രമാണ്. അവിടെ ഉള്ള പ്രാദേശികമായി അവിടെ താമസിക്കുന്നവർ, വനത്തിൽ താമസിക്കുന്നവർ അവര് പൂജിച്ചുകൊണ്ടിരുന്ന ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തെ വളരെ ദിവ്യമായ ക്ഷേത്രമായതുകൊണ്ട് അവിടെ പിന്നീട് വന്ന പുരോഹിതരുടെ ഭാഗമാണ്. അവിടെ തീവെപ്പൊക്കെ ഉണ്ടായി, അതെല്ലാം പോയി. അതെല്ലാം കഴിഞ്ഞ് നല്ലൊരു ക്ഷേത്രം നിർമ്മിക്കാൻ തിരുവിതാംകൂറിലെ രാജാവ് തീരുമാനിക്കുകയും ചിത്രേനാൾ മഹാരാജാവ് തീരുമാനിക്കുകയും അതിന്റെ ചുമതല ഏറ്റെടുത്തത് മന്നത്ത് പത്മനാഭനും R ശങ്കറുമാണ് എന്ന് നമ്മൾ. അങ്ങനെയാണ് ശബരിമല ക്ഷേത്രത്തിന്റെ അല്ല തന്ത്രി ജനിച്ചപ്പോ അയ്യപ്പന്റെ ചേട്ടനാണോ അച്ഛനാണോ ഒക്കെ വെറുതെ പറയുന്നത്. അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ വെറുതെ പറയുന്നതാണ്. വെറുതെ നമ്മൾ ഈ TV ചർച്ചയ്ക്ക് വരുന്ന ആൾക്കാർ പറയുന്നതാണ്. ഞാനിതൊക്കെ പഠിച്ചവനാണ്, വിശ്വസിക്കുന്നതാണ്, ഞാൻ വിശ്വാസിയാണ്. ഇതെല്ലാം പറഞ്ഞങ്ങ് മുതലെടുക്കുക. എന്നിട്ട് പറഞ്ഞു വന്നപ്പോ തന്ത്രിയെ പിടിച്ചപ്പോ പിന്നെ കുഴപ്പമായി. അത് ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. ബഹുമാനപ്പെട്ട കോടതിക്ക് വിശ്വാസം മതി. കള്ളവാര് കാണിച്ചാലും അത് ഏത് പ്രമാണിയാണെങ്കിലും അത് പിടിച്ചിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ഈ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല. ഈ 10 വർഷം പിന്നിടുമ്പോൾ എന്തെങ്കിലും ഒരു അഴിമതി ആരോപണമെങ്കിലും ഉന്നയിക്കാൻ കഴിഞ്ഞു. ഞാൻ മന്ത്രിയായിട്ട് വരുന്നതിന് മുമ്പാണ് ഈ ക്യാമറ വെച്ച് റോഡിലൊക്കെ ഈ ക്യാമറയിൽ അഴിമതിയുണ്ടെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയും ഇവർ രണ്ടുപേരും ബഹുമാനപ്പെട്ട ഹൈക്കോടതി സമീപിച്ചു. അപ്പോഴാണ് കോടതി പറഞ്ഞു 2 കേസും ഈ അടുത്ത കാലത്ത് തള്ളിക്കളഞ്ഞു. യാതൊരു എവിഡൻസും ഇല്ല, ഇതിൽ അഴിമതി ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. അപ്പൊ പിന്നെ ശബ്ദമില്ല. പ്രതിപക്ഷ നേതാവിനോട് തന്നെ കോടതി ചോദിച്ചത് ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല, ഇത് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണ് എന്നാണ് പ്രതിപക്ഷ നേതാവിനെ പറ്റി ഹൈക്കോടതി പറഞ്ഞത്. നമ്മളല്ല പറഞ്ഞത്, ഹൈക്കോടതിയാണ് പറഞ്ഞത്. അവിടെ കൊണ്ടുവരുന്ന കേസ്
വ്യക്തമായ തെളിവുകളോ രേഖകളോ ഇല്ലാതെ കൊണ്ടുകൊടുത്ത കേസിന്റെ വിധി പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് ഇത് പബ്ലിസിറ്റിക്കാണ്, ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല എന്ന് പറയുക. നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ കബളിപ്പിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ നമ്മളെ കബളിപ്പിക്കുകയാണ്. ഈ വികസന രംഗത്ത് പത്തനാപുരം എടുത്തു നോക്കിയാൽ എന്തിന്റെ കുറവാണ് പറയും, ഏതിനാണ് കുറവുള്ളത്? ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ കാര്യറയിലെ മണ്ണാങ്കുഴി പാലം ആര് പൈസ അടച്ചു? ഗണേഷ് കുമാർ പൈസ അടച്ചു. LDF നേതൃത്വം കൊടുത്തിരുന്ന ഗ്രാമപഞ്ചായത്ത് 50 ലക്ഷം രൂപ അടച്ചു. കോൺഗ്രസ് പറഞ്ഞ പൈസ എവിടെ? കോൺഗ്രസ് പറഞ്ഞ പൈസ എവിടെ? UDF പറഞ്ഞ പൈസ എവിടെ? ഒരു യോഗം വിളിച്ചു ബഹുമാനപ്പെട്ട MP ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. അദ്ദേഹത്തിന്റെ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, സുരേഷ് ഞാൻ 1.5 കോടി രൂപ, ഇതുകൊണ്ട് തീരില്ല, നിങ്ങൾ 1.5 കോടി സംഘടിക്കണം. 50 ലക്ഷം പഞ്ചായത്തിൽ, ഇതാണ് ഞങ്ങളുടെ ധാരണ. അതിൽ ഞാൻ കൊടുക്കാനുള്ള 1.5 കോടി പ്രത്യേക അനുമതി വാങ്ങി പഞ്ചായത്തിന്റെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിച്ചു നോക്കും, അല്ലെങ്കിൽ മെമ്പർമാരോട് ചോദിച്ചു നോക്കും, അല്ലേ? അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റിയുടെ കാലത്ത് തന്നെ പഞ്ചായത്ത് വെക്കേണ്ട 50 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. ബാക്കി 1.5 കോടി രൂപ കിട്ടിയില്ല. ഇപ്പൊ അനുമതി കിട്ടുന്നില്ല. അന്ന് അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞതിനെ അംഗീകരിച്ചുകൊണ്ട്, അദ്ദേഹം MP ആണ്, അദ്ദേഹത്തിന് അവിടെ സ്വാധീനമുണ്ട്, അദ്ദേഹം പറഞ്ഞ വാക്ക് അംഗീകരിച്ചുകൊണ്ട് നമ്മൾ പണം അടച്ചു. സ്പെഷ്യൽ സാങ്ഷൻ വാങ്ങിയിട്ടാണ്. MLA ഫണ്ട് നേരത്തെ കൊടുക്കാൻ വകുപ്പില്ല. പക്ഷെ എന്നിട്ടും ബാലഗോപാലിനെ കൊണ്ട്, ഇവരെല്ലാം അസ്ലാമുണ്ട്, ജഗദീശനുണ്ട്, ഇവരെല്ലാവരും തിരുവനന്തപുരത്ത് ബാലഗോപാലിനെ കണ്ടിട്ട് പറഞ്ഞ് എങ്ങനെയെങ്കിലും കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ് സ്പെഷ്യൽ ഉത്തരവിലൂടെ 1.5 കോടി അടച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് തീരില്ല. ഈ 1.5, 3.5 കോടി കഴിഞ്ഞാൽ അപ്രോച്ച് റോഡിന് 50 ലക്ഷം വേണം. അതും ഞാൻ ഇതിന്റെ പുറകെ കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇത് പണി തീർന്നു വരുമ്പോൾ, പണി തീർന്നു കഴിഞ്ഞാൽ അതിന് ഇറങ്ങി വരുന്ന അപ്രോച്ച് റോഡ്, എടപ്പടി പഞ്ചായത്തിലേക്ക് ഇറങ്ങുന്ന, ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് ഇറങ്ങുന്ന ആ അപ്രോച്ച് റോഡിന് 50 ലക്ഷം വേണം. അതും ഞാൻ കൊടുക്കാൻ സാധിക്കും. മെമ്പർ അവിടെ സത്യല്ലേ പറഞ്ഞു, അന്ന് ആ യോഗത്തിൽ പങ്കെടുത്ത ആളല്ലേ പറഞ്ഞേ, ഞാൻ അതും കൊടുക്കാന്ന് പറഞ്ഞു. കാര്യം നിങ്ങളാണെങ്കിൽ എവിടെയൊക്കെ എന്തെല്ലാം ചോദിച്ചു. കഴിഞ്ഞ ദിവസം പരിഹാസം എന്നാണ് പത്തനാപുരത്തെ വികസനത്തിൽ 48 സ്കൂളുകൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇവിടെ ഉള്ളവരൊന്നും അല്ല, വെളിയിൽ ഇരുന്നുകൊണ്ട് ചില യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ കള്ളം പറഞ്ഞു, തള്ളല്ല സുഹൃത്തുക്കളെ, അത് പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. 55 സ്കൂളുണ്ട്. കഴിഞ്ഞ 10-11 വർഷത്തിനിടയിൽ MLA ഫണ്ട് ഉപയോഗിച്ചു. UDF സർക്കാരിൽ 5 പൈസ കിട്ടിയിട്ടില്ല. MLA ഫണ്ട് ഉപയോഗിച്ച് ആദ്യം ഘട്ടം കുന്നല, എടത്തറ, പട്ടാഴി, സദാനന്ദപുരം, തലച്ചിറ, ചക്കോരക്കൽ, ഇങ്ങനെ കെട്ടിടങ്ങൾ പണിഞ്ഞു തുടങ്ങി. ആദ്യം പണിത കെട്ടിടം പിറവന്തൂർ പഞ്ചായത്തിൽ മഹാനായ ഗുരുദേവൻ അവിടെ സന്ദർശിച്ചപ്പോൾ അന്നത്തെ കാലത്ത് പറഞ്ഞു, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകണം, ഇവിടെ ഒരു സ്കൂൾ സ്ഥാപിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് ആ സ്കൂൾ ഒരു സർക്കാർ സ്കൂളായി മാറി. ആ സ്കൂളിനാണ് ഈ നിയോജകമണ്ഡലത്തിൽ ആദ്യമായി MLA പണ്ഡിതൻ 2 നില മന്ദിരം പണിയുന്നത്, വലിയ കെട്ടിടം. അതിനെ തുടർന്ന് കുന്നല, എല്ലാ സ്ഥലത്തും ഞാനൊന്ന് എണ്ണി ഉദ്ഘാടനം ചെയ്തത്, പണി തീർത്ത് ഉദ്ഘാടനം ചെയ്തത് 53. പണം അനുവദിച്ച് കിടക്കുന്നത് 2 റെഡിയായി. ഒന്ന് MLA ഫണ്ടാണ്, തലൂര് നടുത്തേരി, പിന്നെ ഗുര സ്കൂള്, അതിന് പൈസ അനുവദിച്ചു കഴിഞ്ഞു. നിങ്ങൾ പേടിക്കേണ്ട, ഇലക്ഷൻ വരുന്നതിനും ഈ ഒരു മാസത്തിനുള്ളിൽ അടുത്ത 2 സ്കൂളെങ്കിലും, മിനിമം 3 അല്ലെങ്കിൽ 2 സ്കൂളെങ്കിലും വരും. അതൊന്ന് വരാൻ പോകുന്നത് കങ്ങുഞ്ചേരിയിലാണ്, കങ്ങുഞ്ചേരി തലവൂർ ഭാഗത്താണ്. മറ്റൊന്ന് വരാൻ പോകുന്ന വെട്ടിക്കവല പാലമുക്ക് കോളനിയുടെ അടുത്തായിട്ട് ഒരു വെൽഫെയർ സ്കൂളുണ്ട്. ആ സ്കൂളിനാണ് 2 എണ്ണം എഴുതി കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇന്നും മന്ത്രിയോട് സംസാരിച്ചു, എഴുതി കൊടുത്ത് 2 ദിവസം കിട്ടും. ഒരു ഹയർ സെക്കൻഡറി കൂടി ബോണസ് ആയിട്ട് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പട്ടാഴിയിലേക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചത്. പട്ടാഴി സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളത്. അത് പട്ടാഴി കൊടുക്കാനാണ് എഴുതി കൊടുത്തു കഴിഞ്ഞു. കാരണം ഇന്ന് തന്നെ എഴുതി തരുമെന്ന് പറഞ്ഞു. ഇപ്പൊ തന്നെ എഴുതി കൊടുത്തു. ഞാൻ ഇവിടെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വിളിച്ചത്, ഏത് ഹയർ സെക്കൻഡറി കൊടുക്കാം. കാരണം ഇടത്തറയിലും കുന്നലയിലും ഒക്കെ ഇഷ്ടംപോലെ കെട്ടിടമായി. ഈ തള്ളേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല, ഒന്നും തള്ളേണ്ട കാര്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ആശുപത്രി എവിടെ എന്ന് ചോദിച്ചു. ആശുപത്രി ഇവിടെ കണ്ടല്ലോ, താലൂക്ക് ആശുപത്രി പണി തീരാറായി. ഒരു ജൂൺ മാസത്തോടുകൂടി താലൂക്ക് ആശുപത്രി പണി തീരും, ഉദ്ഘാടനം. അത് സഖാവ് പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായി വന്ന് ഉദ്ഘാടനം ചെയ്യുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഇതൊക്കെ അങ്ങ് മാറും. എന്റെ അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ആ ഇലക്ഷനെ പറ്റി ഒന്നും പറയാനൊക്കത്തില്ല. അവസാനത്തെ 20 ദിവസം അല്ലെങ്കിൽ 15 ദിവസം അതിനുള്ളിലാണ് കളി മുഴുവൻ. അപ്പൊ എന്ത് സംഭവിക്കുന്നു അതനുസരിച്ച് മാറും. ആ സമയത്ത് അയ്യപ്പന്റെ കട്ടള അടിച്ചുകൊണ്ട് പോയി, സ്വർണം അടിച്ചുകൊണ്ട് പോയി എന്നെല്ലാം പറഞ്ഞു. അത് നേരത്തെ ഈ വാജിവാഹനം എടുത്തു മാറ്റി ആ തന്ത്രിക്ക് കൊടുക്കുന്ന ഒന്ന് നേരത്തെ വന്നിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും വലിയ പ്രശ്നം വരത്തില്ലായിരുന്നു. കാരണം മോട്ടിച്ചതിൽ അവർക്കും പങ്കുണ്ട്. വാജിവാഹനം എടുത്തങ്ങോട്ട് കൊടുക്കാൻ ഇത് പ്രയാർ ഗോപാലകൃഷ്ണന്റെ കുടുംബ സ്വത്താണ്, അജയതറയുടെ അമ്മാമന്റെ വകയാണോ ഇതങ്ങോട്ട് എടുത്തു കൊടുക്കാൻ? അങ്ങനെ കൊടുക്കാക്കൂ. മുട്ടസൂചിയാണെങ്കിലും ഭഗവാന്റെ വകയാണ്, ദേവസ്വം ബോർഡിന്റെ ഭാഗം. അത് ദാനമാണ്, ഇത് മോഷണമാണ്. ഇത് മോഷണമാണെങ്കിൽ അത് മോഷണമാണ്, അത്രയേ ഉള്ളൂ. വേറെ പര്യായം പറയണ്ട, ഒരു തർക്കവും വേണ്ട. ഇത് മോഷണമാണെങ്കിൽ അത് മോഷണം, ഭഗവാന്റെ സ്വത്താണ്. ദേവസ്വം ബോർഡിന്റെ സേഫ് ലോക്കറിന്റെ ഉള്ളിൽ സൂക്ഷിക്കേണ്ട സാധനമാണ്, എടുത്തുകൂടാ. അപ്പൊ തന്ത്രി പറയുന്നത്
ഞാൻ അങ്ങ് തിരിച്ചു കൊടുത്തേക്കാം. ഇനി ഇയാൾ എടുത്തുകൊണ്ട് പോയത് അങ്ങ് തിരിച്ചു കൊടുക്കാനാണെങ്കിൽ എന്റെ അവകാശമാണ് എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോയെങ്കിൽ അത് തിരിച്ചു കൊടുക്കാന്ന് എന്തിനാ പറയുന്നത്? അപ്പൊ അതിന് കള്ളമുള്ളതുകൊണ്ടാ. ഈ കള്ളന്മാരെ എല്ലാം വിളിച്ച് എവിടെ കൊണ്ടുവന്നത് ഈ തന്ത്രിയല്ലേ? പത്മോ ജയിലിൽ കിടക്കുന്ന പത്മകുമാറാണോ? വാസുവാണോ? അല്ലല്ലോ. അവരാരുമല്ല. കൊണ്ടുവന്നവരാ. അവിടെ കയറ്റി, അകത്ത് കയറ്റി, കടവെടുക്കുന്നു, കട്ടളയെടുക്കുന്നു, കടവിന്റെ പാളിയെടുക്കുന്നു. അവന്റെ ഫോട്ടോകളല്ലേ ഈ കോറ്റിയാരെ കൊണ്ടുവന്ന്? ഈ കോറ്റി അവിടെ കൊണ്ടുവന്നത് മോട്ടിക്കാൻ വേണ്ടി അവിടെ കൊണ്ടുവന്നത് ഈ തന്ത്രിയല്ലേ? ഇവൻ ആർക്ക് പറ്റില്ല? ഇവൻ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥനാണ്. ദേവസ്വം ബോർഡിലെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ജോലിയുള്ള പൂജാരിയാണോ? അല്ല. വെളിയിൽ നിന്നൊരു കോറ്റി തന്ത്രി കൂടെ കൊണ്ടുവരികയും അതിന്റെ ഉള്ളിൽ കയറ്റി അമിത സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്തതിന്റെ ഫലമായി അവിടെ മുതലെടുപ്പാണ് അയ്യപ്പന്റെ. ഞാൻ ഇന്നും ഒരു പറയാം, എന്റെ മനസ്സിൽ കിടക്കുന്ന, എന്റെ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്ന ആളാ പറയാം, എന്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട് ഈ സാധനം. കേന്ദ്ര ഗവൺമെന്റ് പോലും തൊടാൻ പറ്റാത്ത ഏതോ ഒരു ഭക്തന്റെ വീട്ടിൽ, ആന്ധ്രയിലോ കർണാടകത്തോ ഏതോ ഒരു കോടീശ്വരന്റെ വീട്ടിൽ ഇരിപ്പുണ്ട് ഒറിജിനൽ എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഞാൻ എന്റെ മനസ്സ് പറയും, ദൈവം എന്നോട് പറയുന്നത് വിറ്റു. ഇത് ഉരുക്കിയതും പിടിച്ചൊന്നുമില്ല, ഇത് വിറ്റു. കോടാനുകൂടി വിലയ്ക്ക്. അതെന്റെ സ്വർണത്തിന്റെ വിലയ്ക്കല്ല. ഭഗവാന്റെ തിരുനടയിൽ വർഷങ്ങളായിരിക്കുന്ന കട്ടിളപ്പാടിയും കഥവുമാണ് ജയറാമന്റെ വീട്ടിൽ പൂജയ്ക്ക് കൊണ്ടുപോയതുപോലെ പല സ്ഥലത്തും കൊണ്ടുപോയി. ജയറാമന്റെ വീട്ടിൽ പൂജയ്ക്ക് വെച്ചു. ജയറാം ഒരുപാട് റിക്വസ്റ്റീറ്റാണ്. മറ്റേ മുതലാളി വെച്ചു, ഈ മുതലാളി വെച്ചു എന്ന് പറയുമ്പോൾ ഇത് എനിക്ക് വേണം എന്ന് ഏതൊരു ഭക്തനും ആഗ്രഹിക്കും. കോടീശ്വരനായ ഒരു ഭക്തൻ, കൊടുക്കാൻ കോടികളുള്ള, സ്വന്തമായിട്ട് 2-3 ഹെലികോപ്റ്റർ മുറ്റത്ത് കിടക്കുന്ന പണക്കാരുണ്ട് ആന്ധ്രയിൽ. വലിയ കോട്ടമതിൽ പോലെ ഇൻകം ടാക്സിന് ഇടിക്കൊന്നും കയറാൻ പറ്റാത്ത 3 നില കെട്ടിടത്തിനകത്ത് കോട്ടമതിൽ കെട്ടി അകത്ത് ഇലക്ട്രിക് ഫെൻസിങ് ചെയ്ത് ജീവിക്കുന്ന പണക്കാരുണ്ട് ആന്ധ്രയിൽ. സ്വന്തം വിമാനമുള്ളവരുണ്ട്. ഖനനം ചെയ്യുന്നവരാണ്. പാറയും ഗ്രാനൈറ്റും ഖനനം. അതിൽ ഏതോ ഒരു പണക്കാരന്റെ വീട്ടിൽ യവന്മാരത് കൊണ്ടുപോയിട്ടു. ഇത് അവിടെ കാണും. പക്ഷെ കേരള പോലീസിനോ CBIക്കോ EDക്കോ ഇൻകം ടാക്സിനോ കയറി എടുക്കാൻ പറ്റാത്ത സ്ഥലമാണ്. അത്ര ഭയങ്കര കുഴപ്പമില്ല സ്ഥലമാണ്. കാരണം ഇത് സാധാരണ സ്വർണ്ണം ഒരുക്കിയിരിക്കുന്ന പൈസയൊന്നും അല്ല ഇതിന്റെ വില. ഇതിന്റെ മൂല്യം എന്ന് പറയുന്നത് ഈ ഭഗവാന്റെ തിരുനടയിൽ വർഷങ്ങളോളം ഇരുന്ന് പൂജിച്ച ആ കയറി വരുന്ന കഥവും അതിന്റെ കട്ടളയുമാണ്. സ്വർണത്തിലാണ്. ഇത് ഏതവന്റെ ജയറാമിന്റെ വീട്ടിൽ ഒരുക്കി വെച്ചേക്കുന്ന നമുക്ക് തന്നെ അത്ഭുതം തോന്നിയത്. നല്ല ലൈറ്റൊക്കെ ഇട്ട് ഒരുക്കി വെച്ച് പൂജ. അതുപോലെ ഏതോ വീട്ടിൽ കൊണ്ടുവച്ചു. അവർ പറഞ്ഞ പൈസയെ മാറ്റി കൊടുത്തു. പക്ഷെ അവിടെ നമുക്ക് പോയി എടുക്കാൻ പറ്റില്ല. അത് പ്രതീക്ഷ വേണ്ട. കാരണം അവിടെ അങ്ങനെ കയറാൻ പറ്റാത്ത ഒരുപാട് സ്ഥലങ്ങൾ, ഇന്ത്യ ഗവൺമെന്റ് പോലും കയറി ചെല്ലാൻ പറ്റാത്ത പല സ്ഥലങ്ങളും ഇന്ന് ഇന്ത്യയിലുണ്ട്. പണക്കാരുടെ കയ്യിൽ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അടിച്ചു മാറ്റി കൊണ്ടുപോവുക, എല്ലാവരും കൂടി ചേർന്ന് കൊണ്ട് ഇരുന്നവരെല്ലാം കക്കുക. എന്നിട്ട് LDFന്റെ പേരിൽ പിണറായി വിജയനാണ്. ഞാൻ ഇന്നാൾ വേറൊരു അയ്യപ്പനെ അപമാനിക്കുന്ന ഒരു കാര്യമില്ല, ഒരു പാരടി പാട്ട് നേതാക്കന്മാരൊക്കെ സോണിയാഗാന്ധി മാത്രമേ ഇനി പാടാൻ ബാക്കിയുള്ളൂ, ബാക്കി എല്ലാവരും പാടി. ഞാൻ നോക്കുമ്പോ ആ തോന്നി വഴി ഇങ്ങോട്ട് വരുമ്പോ ഒരു ആന്ധ്രയിൽ നിന്ന് വന്നൊരു വണ്ടി, ഒരു ബസ് ഇങ്ങനെ പോവാ, ശബരിമല അയ്യപ്പന്മാരിങ്ങനെ പോവാ. അവിടെ തൊഴുതിട്ട് ഏതാ പാട്ട്? ദേവന്മാരെ പാരടി പാട്ട്. അയ്യപ്പനോട് കാണിക്കുന്ന ഏറ്റവും വലിയ നിന്നയില്ലയോ? പാവപ്പെട്ട ആന്ധ്രയിൽ നിന്ന് വരുന്ന ആളിന്റെ അർത്ഥം മനസ്സിലായില്ല. ഇത് രാഷ്ട്രീയക്കാരെ കളിയാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പാരടിയാണെന്ന് മനസ്സിലാക്കാതെ ഇത് കാസറ്റിലിട്ട് വണ്ടിക്കകത്ത് കേൾപ്പിച്ചുകൊണ്ട് പോവാ ശബരിമലയ്ക്ക്. അയ്യപ്പന്റെ ശരണം വിളിക്കുന്നതിന് വേറെ ഒന്ന് ആലോചിച്ചു. ഇവിടെ പലരും കേട്ട് കാണുമത്. ഞാൻ കേട്ടോണ്ട് പറഞ്ഞായത്, കള്ളം പറഞ്ഞല്ല. ഞാൻ കേട്ടപ്പോ അത്ഭുതപ്പെട്ടു. ഈ പാട്ട് ഏത്? ഈ മറ്റേ പാട്ട്. ആ പാട്ട് വെച്ചുകൊണ്ട് കലഞ്ഞൂരുന്ന കോന്നി വഴി ശബരിമലയ്ക്ക് പോകുന്ന ആന്ധ്രയിൽ നിന്ന് വരുന്ന കർണാടകത്തിൽ നിന്ന് വരുന്ന അയ്യപ്പന്മാര് ഇത് ഇവിടുത്തെ ഇപ്പോഴത്തെ ഏറ്റവും ഹിറ്റായിട്ടുള്ള അയ്യപ്പൻ പാട്ടാന്നാ വിചാരിച്ചേക്കുന്നത്. അപ്പൊ അയ്യപ്പനോട് നിന്ന കാണിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ വഴിയല്ല, 4 വോട്ട് കിട്ടാൻ വേണ്ടി UDFകാരാണ് അയ്യപ്പനോട് നിന്ന കാണിച്ചത് എന്ന് ഓർത്താൽ മതി. അവരാണ് ചെയ്തത്. ഞാൻ ഇത്തരം ഒരു ഓഞ്ഞ പാട്ടുണ്ടാക്കി അത് അയ്യപ്പനെയും കൂടി ചേർത്ത് പാടുക. പരിഹസിക്കുന്നത് ദൈവത്തെയും ചേർത്തുകൊണ്ടല്ല. അത് കൈവച്ചിരുന്ന അത്തരം സ്വാതന്ത്ര്യമൊന്നും ഇന്ത്യൻ ഭരണഘടന ആർക്കും കൊടുത്തിട്ടില്ല. അയ്യപ്പന്റെ പേരും പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുക്കും. കേരളത്തിൽ കേസെടുക്കണ്ടേ? ശരിക്കും പറഞ്ഞാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജാതി പറഞ്ഞ് വോട്ട് പിടിക്കുന്നതിന് അയ്യപ്പനെ ഇലക്ഷൻ പാട്ടിന്റെ ഭാഗമായി ചേർത്തുകൊണ്ട് അയ്യപ്പനെ അപമാനിച്ചതിന് UDFകാർക്ക് തക്കതായ ശിക്ഷ അയ്യപ്പൻ കൊടുക്കും. മോട്ടിച്ചതുപോലെ തന്നെ ഒരു ശിക്ഷ അവർക്ക് കിട്ടും. മോട്ടിച്ചവർക്ക് കിട്ടും, അതിന്റെ കൂടെ കിട്ടും. മോഷണത്തിൽ നിന്നും പിണറായി വിജയൻ കൂട്ടു നിൽക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ 10 കൊല്ലമായി ഇവർ ഇത്രയും പരിശ്രമിച്ചു. പ്രതിപക്ഷ നേതാവും ഡ്യൂപ്ലിക്കേറ്റ് പ്രതിപക്ഷ നേതാവും എല്ലാവരും കൂടി ചേർന്ന് പരിശ്രമിച്ചു. എന്നിട്ടും ഒരു അഴിമതി ആരോപിക്കാൻ കഴിയുന്നില്ലല്ലോ. ആരോപിക്കുന്നതുകൊണ്ട് തെളിയിക്കാനും കഴിയണ്ട, ആരോപിക്കാൻ കഴിയുന്നുണ്ടോ? ഏതെങ്കിലും ഒരു വകുപ്പിൽ എവിടെങ്കിലും ജനവിരുദ്ധമായ എന്തെങ്കിലും നയങ്ങളുണ്ടോ? നമ്മുടെ എത്ര വില്ലേജ് ഓഫീസുകൾ നവീകരിക്കപ്പെട്ടു? 16 നിയമനത്തിന് നവീകരിക്കാൻ വില്ലേജ് ഓഫീസുകൾ ഇല്ല. സ്മാർട്ട് വില്ലേജ് ഓഫീസുകളാണ് എല്ലാം. ഇപ്പൊ ചക്കോരയ്ക്ക് വില്ലേജ് ഓഫീസ് മാറി, പിന്നെ വെളക്കുടി വില്ലേജ് ഓഫീസ് മാറി, വെട്ടിക്കല വില്ലേജ് ഓഫീസ്. ഇനി ഏതാ ഉള്ളത്? പട്ടാഴി വടക്കേക്കര വില്ലേജ് ഓഫീസ് ഉണ്ട്. അതിന് 48 ലക്ഷം രൂപ അനുവദിച്ചു കഴിഞ്ഞു. ഒരു കോൺക്രീറ്റ് കെട്ടണം പൊളിച്ചു കളഞ്ഞിട്ട് പുതിയ ഉള്ളത് പണിഞ്ഞേക്കാന്ന് വിചാരിച്ചു. 55 സ്കൂളുകൾ കളിയാക്കാൻ വരുന്നവന്മാർക്ക് കാണാം. വിത്ത് ഫോട്ടോ വരാൻ പോവുകയാണ്.
വിത്ത് ഫോട്ടോ എണ്ണി 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 പറയാം. 55 സ്കൂളുകൾ നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്തുള്ളിൽ. ഒരു 2-3 കൂടെ 2-3 ദിവസം കിട്ടും. അപ്പൊ അങ്ങ് ഞെട്ടും. 48 എന്ന് ഞാൻ പറഞ്ഞു നടക്കുന്ന 58ലേക്ക് ഒരു പോകും. 3 കിട്ടിയാൽ 58ലേക്ക് അങ്ങ് പോകും. നിങ്ങൾ മനസ്സിലാക്കി, കള്ളം പറയേണ്ട കാര്യം നമുക്കില്ല. എല്ലാവർക്കും വിളക്കുഴി പഞ്ചായത്ത് ഒഴിച്ച് ഇവിടുത്തെ കോൺട്രാക്ടർ കുഴപ്പം കൊണ്ടല്ലേ ഈ പഞ്ചായത്ത് ഒഴിച്ച് ബാക്കി എല്ലാ പഞ്ചായത്തിലും സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയില്ലേ? കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിലും പുളിയൂർ മുനിസിപ്പാലിറ്റിയിലും അടൂർ മുനിസിപ്പാലിറ്റിയിലും ഇല്ലാത്ത സൗകര്യം പത്തനാറ് നിയമമണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ 7 പഞ്ചായത്തിലും പരിപൂർണമായി മേലിലെ വെട്ടിക്കുറയെല്ലാം സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി പൂർത്തിയായി. ഇവിടെ എടുത്ത കോൺട്രാക്ടർ അതൊരു കോൺഗ്രസ്സുകാരനാ. ഇയാളെ മാറ്റാൻ വേണ്ടി ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ മീറ്റിംഗ് കൂടി ഇയാളെ മാറ്റിയേക്കാൻ പറഞ്ഞു. അപ്പൊ എന്നെ വിളിച്ചത് പ്രതിപക്ഷ നേതാവാണ്. അയാളെ മാറ്റുന്നത് തിരുവല്ലയിൽ പാർട്ടിയുടെ ഒരു നേതാവാണ്. ഇയാൾ മണ്ഡലം പ്രസിഡന്റാണ്, ബ്ലോക്ക് പ്രസിഡന്റ് എന്തോ ആണ്. എന്നെ അത് കഴിഞ്ഞ് ഇവിടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അദ്ദേഹം കണ്ടു. അദ്ദേഹം ഗണേശ അയാളെ ശല്യം ചെയ്യില്ല, അയാളെ ഇവിടെ ഇരുന്നോട്ടെ, പണി തീർത്ത്. ഞാൻ ചേട്ടാ പണി തീർത്താൽ മതി, എനിക്കൊരു വിരോധമില്ല, പണി വേഗം തീർക്കാൻ ചേട്ടൻ പറയാം. നമ്മുടെ പാർട്ടിയുടെ ഒരാളെ എന്നെ വന്ന് കണ്ടായിരുന്നു, ഗണേശൻ ഒന്ന് ഉപദ്രവിക്കരുത്. ഞാൻ പറഞ്ഞു ശരി. 2 പ്രധാനപ്പെട്ട നേതാക്കന്മാർ പറയുമ്പോൾ നമ്മളത് മാനിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ശരി. ഞാനത് കഴിഞ്ഞ് കമ്മിറ്റി കൂടിയപ്പോൾ പറഞ്ഞു ശരി, നിങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് അവധി കൊടുത്തു എന്ന് പറഞ്ഞു. ആ അവധിയായിട്ട് ഉപയോഗപ്പെടുത്തിയില്ല. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അയാൾ ഇപ്പോഴും ഹൈക്കോടതി പോയി സ്റ്റേ വാങ്ങിച്ചിട്ടിരിക്കുക. ഈ ഫെബ്രുവരി മാസം 12-ാം തീയതി വരെ കേസ് സ്റ്റേ ചെയ്തിരിക്കുക, പണി സ്റ്റേ ചെയ്തിരിക്കുക. എന്തിനാ? അദ്ദേഹം ഒരു കോൺഗ്രസ് നേതാവാണെന്ന് ഓർക്കണം. ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ വി ഡി സതീശനെയും രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തെ 2 ബഹുമാന്യരായ നേതാക്കളെയും വിളിച്ച് ഇയാളെ കൊണ്ട് പണിയടിപ്പിച്ച് തരാൻ പറയണം. എന്നെ പ്രസംഗം കേൾക്കുന്നവർ അവരുടെ അടുത്ത സുഹൃത്താണ്. അവരെ എന്നോട് പറഞ്ഞ ബ്ലോക്ക് പ്രസിഡന്റ് ആണ്, അയാളെ ഉപദ്രവിക്കരുത്, ഗണേശൻ നിർബന്ധം പിടിക്കരുത്. ഞാൻ പറഞ്ഞില്ല ഏട്ടാ, ഞാൻ ചെയ്യത്തില്ല. അത്രയും നേതാക്കന്മാർ പറഞ്ഞാൽ അനുസരിക്കാനുള്ള മാന്യതയൊക്കെ എനിക്കുണ്ട്. ഞാൻ അവരെ സ്നേഹിക്കുകയും റെസ്പെക്ട് ചെയ്യുന്ന ആളൊക്കെയാണ്. ഇവിടുന്ന് ഓരോരുത്തർ പറയുന്നു ശബരിമല സോണിയാഗാന്ധി സ്വർണ്ണം കട്ട മാറ്റി വെച്ചു എന്ന് ഞാൻ പറയുന്നു. പക്ഷേ ഈ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് കരുണാകരന് പോകാൻ പറ്റാത്ത, മൂപ്പരാർക്ക് പോകാൻ പറ്റാത്ത സോണിയാഗാന്ധിയുടെ വീട്ടിന്റെ ഉള്ളിൽ ഈ പോറ്റിയെ കൊണ്ട് കയ്യിൽ ചരട് കെട്ടിക്കാൻ കൊണ്ടുപോയത് ആര് എന്നുള്ള കാര്യം നമുക്കറിയണം. അവർ ഈ പോറ്റിയുമായുള്ള ബന്ധം, അതായത് അവർക്ക് തന്നെ കരുണാകരനെ കാണാൻ വയ്യ, മൂപ്പരാർ കാണാൻ പറ്റാത്ത സോണിയാഗാന്ധിയെ എത്രമാത്രം സമ്മതം ചെലുത്തിയിട്ടായിരിക്കും ഈ പോറ്റിയെ കൊണ്ട് അകത്ത് പോയത് നമ്മൾ ചിന്തിക്കണം. സാധാരണ ഇവിടെ ഉള്ള ഒരു കോൺഗ്രസ്സുകാരനെ സോണിയാഗാന്ധി ഒന്ന് കാണാൻ പോകും. ബഹുമാനായ കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹത്തിന് പോലും സോണിയാഗാന്ധിയെ കാണണമെങ്കിൽ പാർലമെന്റിൽ വെച്ച് കാണാം. വീട്ടിൽ പോയി കാണണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് ചോദിച്ച് 10 ദിവസം കാത്തിരിക്കണം. അദ്ദേഹം കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തവണ പാർലമെന്റിൽ പോയ പാർലമെന്റ് അംഗമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് പോലും 10 ദിവസം മുമ്പേ പറയണമെന്ന് കാണണമെന്നുണ്ടെങ്കിൽ സോണിയാഗാന്ധി ഇപ്പൊ ആരെയും കാണുന്നില്ല, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവിടെ കടന്നു ചെല്ലാൻ പിന്നെ യവനെ ചരട് കെട്ടിയിട്ടല്ലേ അവരുടെ അസുഖം മാറും. മറ്റേ ചരടേ ഈ മോഷ്ടാവിനെയൊക്കെ കൊണ്ടുവന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാനൊരു കാര്യം, ഈ സർക്കാരിന്റെ ജനോപകാരപ്രദമായ പദ്ധതികളെ ഞാൻ ഇറങ്ങുമ്പോൾ മാലോപാലം ചോദിച്ചാൽ എന്താണെന്ന് അറിയാം. ഈ സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 1200-ലധികം കുഞ്ഞുങ്ങളെ ഇന്ത്യക്ക് പുറത്ത് അമേരിക്ക അടക്കമുള്ള സ്ഥലങ്ങളിൽ ഒരു കുട്ടിയെ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ഒരു കുഞ്ഞിനെ ഞാൻ പറഞ്ഞിട്ടാണ് അവന് 25 ലക്ഷം രൂപ, അവന് മെറിറ്റ് ഉണ്ടായിരുന്നു, അവന് അമേരിക്കയിൽ പോയി പഠിക്കാൻ, അതായത് ഡിഗ്രി പഠിച്ചതിന് ശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാൻ ഇന്ത്യയിൽ ലോകത്തെ 500 യൂണിവേഴ്സിറ്റികളിൽ, അതിന് താഴോട്ട് കൊടുക്കൂല കേട്ടോ, ഇവിടേക്കുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പൊ 500 യൂണിവേഴ്സിറ്റികൾക്കുള്ളിൽ അവരുടെ മാർക്ക് വെച്ചിട്ട് അഡ്മിഷൻ കിട്ടും. ഈ കുഞ്ഞുങ്ങൾക്ക് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അവർക്ക് അഡ്മിഷൻ കിട്ടിയാൽ 25 ലക്ഷം രൂപ അഡ്വാൻസ് ആയി അവരെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കണം. ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ പോകാൻ വേണ്ടി, പോയി പഠിക്കാൻ വേണ്ടി. ഓരോ പട്ടികജാതി വിഭാഗപ്പെട്ട കുഞ്ഞുങ്ങളും പട്ടികവർഗത്തിൽപ്പെട്ടവർക്കും 25 ലക്ഷം രൂപ വീതം അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കണം. അങ്ങനെ 1200-ലധികം കുഞ്ഞുങ്ങൾ ഇന്ന് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ പഠിക്കുകയാണ്. അവരിൽ പലരും അവിടെ തന്നെ ജോലി നേടി, അവിടെ തന്നെ വലിയ സമ്പന്നരായി അവർ വരും. അങ്ങനെയാണ് അവരെ ഉയർത്തേണ്ടത്. എല്ലാ ഉന്നതികളും എന്നും ഉന്നതികളായി കിടക്കാനല്ല, അവിടെയുള്ളവരെ പഠിക്കാൻ കഴിവുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ലോകത്തിന്റെ ഉയരങ്ങളിലേക്ക്. നാളെ നാസയിൽ ജോലിയും ഈ കുട്ടികൾ, നാസയിൽ ജോലിയും ആ നിലയിലേക്കാണ് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. അത് ഈ സർക്കാരിന്റെ നേട്ടമാണ്. UDF നേട്ടം പറയാനുണ്ടോ? ഉണ്ടോ? ഒന്നുമില്ല, ഒന്നും പറയാനില്ല. അപ്പൊ എന്താണ്? ജാതി പറയുക, പലതരത്തിലുള്ള ജാതി പറയുക, പലതരത്തിലുള്ള മതം പറയുക. എല്ലാവരും അങ്ങനെ ജാതിയുടെ പേരിൽ ഓരോ സൈഡിൽ നിന്ന് ഇളക്കി വിട്ടിട്ട് ഉള്ള വോട്ട് ചട്ടിക്കകത്ത് വാരാം എന്ന് കരുതുന്ന ഒരു നാണം കെട്ട ഒരു സമീപനമാണ് UDF കേരള സംസ്ഥാനത്ത് എടുത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് BJP കുറ്റം പറയണ്ട. അവർ ഹിന്ദു ജാതിയാണ് പറയുന്നതെങ്കിൽ ഇവരെല്ലാ ജാതിയും പറയും. ഞാൻ പറഞ്ഞല്ലോ, ശ്രീനാരായണ ഗുരുദേവനും മന്നത്ത് പത്മനാഭൻ. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു ജാതി ചോദിക്കരുത് പറയുന്നു. മന്നത്ത് പത്മനാഭൻ പറഞ്ഞു എല്ലാ സമുദായങ്ങളും സ്നേഹത്തോടെ ജീവിക്കുന്ന കേരളം, സമാധാനത്തോടെ ജീവിക്കുന്ന, സന്തോഷത്തോടെ ജീവിക്കുന്ന കേരളമാണ് എന്റെ സ്വപ്നം എന്നാണ് മന്നത്ത് പത്മനാഭൻ പറഞ്ഞത്. അയ്യങ്കാളി പറഞ്ഞതാണ് തുല്യത വേണം, എല്ലാവർക്കും തുല്യത വേണം, ഞങ്ങൾ ഒരുമിച്ച് നിൽക്കണം. കേരളത്തിലെ മുന്നോക്ക ജാതിക്കാരൻ പിന്നോക്ക ജാതിക്കാരൻ താഴ്ന്നവൻ ഉയർന്നവൻ എന്നൊന്നുമില്ല.
എല്ലാവരും ഒരുപോലെ അന്തസ്സായി ഈ നാട്ടിൽ ജീവിക്കണമെന്ന് സ്വപ്നം കണ്ട അയ്യങ്കാളിയുടെ സ്വപ്നങ്ങൾ ഇതെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് ഇവിടെ ജാതി പറഞ്ഞ് ഭിന്നിപ്പിച്ച് വോട്ട് പിടിക്കുന്നത്. ഈ നാട്ടിലെ പാവപ്പെട്ട മക്കൾക്ക് പഠിക്കാനാണ് സർക്കാർ സ്കൂളുകൾ, സർക്കാർ ആശുപത്രികൾ, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലുള്ള ഉപകേന്ദ്രങ്ങൾ, ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ, ഇവയെല്ലാം നമ്മൾ നിർമ്മിച്ചില്ല. ഇത്രയും വലിയൊരു ആശുപത്രി, 7 സ്പെഷ്യാലിറ്റി ഉള്ള ഇത്രയും വലിയൊരു ആശുപത്രിയുള്ളവരും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻകാരുമായിട്ട് സംസാരിച്ചിരിക്കുകയാണ്. അവർ CSR ഫണ്ട് തരുന്നു. 65 ലക്ഷം രൂപയ്ക്കുള്ള ലാബറട്ടറി ഉപകരണങ്ങൾ നമ്മുടെ എല്ലാ PHCയിലും വന്നു തരും. 65 ലക്ഷം രൂപയാണ് അവർ തരാൻ പോകുന്നത്. ഇവിടെ ആവശ്യമുള്ള എന്താണെന്ന് ഡോക്ടറെ വിളിച്ചു ചോദിച്ച് ലിസ്റ്റ് എടുത്ത് അവർ കൊടുത്തിട്ട് അവരത് പർച്ചേസ് ചെയ്ത് ഇവിടെ എത്തിച്ചേരും. നമ്മൾ പർച്ചേസ് ഒന്നും ചെയ്യേണ്ട, അവർ വാങ്ങിക്കോളും. അവരെ CSR ഫണ്ടിൽ അവർ വാങ്ങിച്ച് സംഭാവന ചെയ്യാൻ പോവുകയാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ 65 ലക്ഷം രൂപയുടെ സാധനങ്ങൾ നമ്മുടെ വിവിധ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് CSR ഫണ്ട് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാ രംഗത്തും ഒരു കുറവുമില്ല. ഇനി അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ MLA ഫണ്ട് ഉപയോഗിച്ച് PHCകളിൽ പട്ടാഴി അടക്കം എക്സ്ട്രാ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നത് പാവപ്പെട്ടവർക്ക് സൗജന്യമായും സൗജന്യ നിരക്കിലും ആണ്. ബാലപാൽ പറഞ്ഞ പോലെ മരിച്ചു എന്ന് കരുതി വെന്റിലേറ്ററിൽ കിടന്ന KSRTC നമ്മൾ എഴുന്നേൽപ്പിക്കും. പത്തനാപുരത്തുകാർക്ക് അഭിമാനിക്കാം, നമ്മൾ എഴുന്നേൽപ്പിച്ചു. ഞാനല്ല, നമ്മൾ ഒരുമിച്ച്. പത്തനാപുരത്തുകാർ തെരഞ്ഞെടുത്ത നിങ്ങളുടെ ജനപ്രതിനിധി മന്ത്രിയാകുമ്പോൾ സ്റ്റേറ്റ് മുഴുവൻ പോണ്ടി വരും. പല ദിവസങ്ങളും പല സ്ഥലത്ത് എത്താൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഇതെന്നും തലവേദനയുള്ള ഒരു സാധനമാണ്. അവിടെ വണ്ടി അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. രാത്രി 1 മണിക്കൊക്കെ ഫോൺ വരുന്നേ ആളുകൾ എടുക്കാനും പോകും. 1 മണിക്കൊക്കെ വിളിച്ചിട്ട് സാറേ എന്റെ വണ്ടി നിർത്താൻ ഛർദ്ദിച്ച് എന്റെ പുറത്ത് വീണ് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, പോയി തുടയ്ക്കാൻ പറ്റും. സാറേ ഇവൻ ഇവിടുന്ന് എന്റെ പുറത്തോട് തോളി ചാഞ്ഞൊന്ന് ഉറങ്ങുന്നത് അത് എണീപ്പിച്ച് വിട് എന്നൊക്കെയാണ് പറയുന്നത് രാത്രി വിളിച്ചിട്ട്. എന്റെ പേഴ്സണൽ സ്റ്റാഫിനാണെങ്കിൽ രാത്രി ഉറങ്ങാൻ നോക്കില്ല. 12 മണിക്ക് ഒരു വണ്ടി ബ്രേക്ക് ആണ് കേട്ടോ, ഇവിടെ കിടക്കുക, ഇങ്ങനെ വിളിയാണ്. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ അത് സ്വീകരിച്ചു. KSRTC ജീവനക്കാർ അത് സ്വീകരിച്ചു. 1-ാം തീയതി അവർക്ക് ശമ്പളം കൊടുത്തു. അത് പറയുമ്പോൾ നിയമസഭയിൽ ഒരു കുറ്റം. ഇതിനെ ഇങ്ങനെ ആക്കിയത് കോൺഗ്രസ്സുകാരും UDFുകാരും. ഇതിനെ നശിപ്പിക്കാന്ന് തന്നെ പരമാവധി നശിപ്പിച്ചു. ബഹുമാനായ ആര്യാള മുഹമ്മദ് സാർ പരിചയസമ്പന്നായ വലിയ പ്രതിഭയായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം തന്നെ പറയുന്നു ഇത് അടച്ചു പൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ ഇത് താനേ നിലയ്ക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രവചനം. പക്ഷെ ഇന്ന് KSRTC താനേ നിലച്ചതുമില്ല, അടച്ചു കൂട്ടിയതുമില്ല. KSRTC ഇന്ന് കേരളത്തിന്റെ അഭിമാനമായി മാറുകയാണ്. ബഡ്ജറ്റ് ടൂറിസത്തിൽ പോലും നിങ്ങൾ അറിയാം, ബഡ്ജറ്റ് ടൂറിസത്തിൽ കൊല്ലം ജില്ലയാണ് മുമ്പിൽ വന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ മന്ത്രിയായിട്ട് വരുമ്പോൾ ബഡ്ജറ്റ് ടൂറിസത്തിന്റെ വരുമാനം ഒരു മാസം 1 കോടിയിൽ താഴെയാണ്. കഴിഞ്ഞ മാസം നമ്മുടെ വരുമാനം 4.5 കോടിക്ക് മേളിലാണ്. ഈ മാസം അത് 5.5 കോടിക്ക് മേളിലേക്ക് കയറി. ഈ ജനുവരി മാസത്തിൽ 5.5 കോടിയിലേക്ക് കയറി. അതിൽ കൊല്ലം ജില്ലയിൽ 1ാമത് നിൽക്കുന്നത് പത്തനാപുരം ഡിപ്പോ ആണ് എന്ന അഭിമാനം നമുക്കുണ്ട്. പത്തനാപുരം ഡിപ്പോ ആണ് കേരളത്തിലെ 93 ബസ് സ്റ്റേഷനുകളുണ്ട്. ആ 93 ബസ് സ്റ്റേഷനും മിക്കവാറും എല്ലാ ദിവസവും 1-2 ദിവസം ഒഴിച്ചാൽ 1-2 താഴോട്ട് 5-6 പോകുന്നുള്ള ഒഴിച്ചാൽ ബാക്കി എല്ലാ ദിവസവും ലാഭത്തിലാണ് പോകുന്നത്. വരവും ചെലവും തമ്മിലുള്ള അന്തരം വെച്ച് നോക്കിയാൽ ലാഭത്തിലാണ് പോകുന്നത്. 8.5 കോടി രൂപയിൽ KSRTC വരുമാനം വന്നാൽ KSRTC ലാഭമിച്ചം ഉണ്ടാകും എന്നാണ് കണക്കുകൂട്ടിയിരുന്നത്. ഇന്ന് പല ദിവസങ്ങളിൽ 9 കോടി, 9.25 കോടി, 10 കോടിയിലാണ് KSRTC നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും KSRTC പക്ഷെ അഴുക്കായിട്ട് പോകുന്നുണ്ടോ? ഒരഞ്ഞതും കുറയതൊക്കെ അല്ലാതെ ഒരെണ്ണം കഴുകാതെ പോകുന്നുണ്ടോ? ഇനി കഴുകാൻ വേറെ കോൺട്രാക്ട് കൊടുക്കുന്നു. അത് വരുമ്പോൾ കുറച്ചുകൂടെ കഴുകി വൃത്തിയാക്കുന്നു. കഴിഞ്ഞ ദിവസം കുന്നിക്കോടുള്ള ഒരു ചെറുപ്പക്കാരന്റെ പാസ്പോർട്ട് കളഞ്ഞു പോയത് കിട്ടിയതേ ഗണേഷ് കുമാർ വണ്ടി കഴുകാൻ പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ കിട്ടത്തില്ലായിരുന്നു. നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഫേസ്ബുക്കിലൊക്കെ അദ്ദേഹത്തിന്റെ സംഭാഷണം ഉണ്ടായിരുന്നു. രാത്രി ഒരു ഫോൺ വരുന്നു, ബസ് സ്റ്റാൻഡ് ബസ് തൂത്തപ്പോൾ ബസ്സിനകത്ത് നിന്ന് ബസ് വൃത്തിയാക്കുന്ന പതിവില്ലല്ലോ, അപ്പൊ ഈ ബസ് വൃത്തിയാക്കി വന്നു. രാത്രി വൃത്തിയാക്കാൻ കയറിയപ്പോൾ ഒരു പാക്കറ്റ് കിട്ടി. ആ പാക്കറ്റിനകത്ത് ഒരു പാസ്പോർട്ടും വിസയും ഒരു ടിക്കറ്റുമാണ്. അതെടുത്ത് നോക്കിയപ്പോൾ പത്തനാപുരത്തുകാരനാണ്. ഉടൻ വിളിച്ചു. അപ്പൊ എന്റെ ഓഫീസിൽ നിന്ന് അച്ചൻകോല അജിത്കുമാർ അവിടെ നിന്ന് വിവരം കിട്ടി. അവിടെ നിന്ന് കുന്നിക്കോട് CI പത്തനാപുരം CI വിളിച്ചു. ഉടനെ നിങ്ങൾ ഇടപെടണം, അന്വേഷിക്കാം. അപ്പൊ വീട് കണ്ടുപിടിച്ച് ആളെ വിളിക്കുമ്പോൾ ആള് ഇവിടെ ഇല്ല. എവിടെ നിൽക്കുന്നു? ചെങ്ങന്നൂർ നിൽക്കുകയാണ്. എന്തിനെന്നറിയാമോ? ഈ ഇതുകൊണ്ട് കളഞ്ഞതിന്റെ പേരിൽ ഗൾഫിൽ പോകാൻ പറ്റാതെ വീട്ടിൽ വഴക്കുണ്ടായതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യാൻ അടുത്ത വരുന്ന ട്രെയിനിൽ ചാടാം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഫോൺ വരുന്നത്. പാസ്പോർട്ട് കിട്ടി, വിസയും എല്ലാം കിട്ടി, തിരുവനന്തപുരത്തുണ്ട്, KSRTC ഉണ്ട്, വിട്ടോ തിരുവനന്തപുരത്തേക്ക്. മരിക്കാൻ നിന്ന ട്രെയിനിൽ കയറി, അടുത്ത വണ്ടിക്ക് ചാടാൻ നിന്ന ട്രെയിനിൽ കയറി തിരുവനന്തപുരത്ത് പോയി വിസ വാങ്ങിച്ച് ഗൾഫിലേക്ക് പോകാൻ ആ മനുഷ്യന് കഴിഞ്ഞു. അതൊക്കെ നന്മയുടെ ഭാഗമാണ് സുഹൃത്തുക്കളെ. കുത്തിത്തിരിപ്പില്ലാത്തതുകൊണ്ടാണ് ഗണേഷ് കുമാറിന് കുത്തിത്തിരിപ്പില്ല. ഒരുത്തരം പാര വയ്ക്കുന്ന പരിപാടി എനിക്കില്ല. എന്റെ ജീവിതത്തിൽ ആർക്കും പാര വെച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഭയമില്ല. ഞാൻ ദൈവവിശ്വാസിയാണ്, എനിക്ക് ഭയമില്ല. ഞാൻ ആരെയും പാര വെച്ചിട്ടില്ല, വേല വെച്ചിട്ടില്ല, ഉപദ്രവിച്ചിട്ടില്ല. ഞാൻ സത്യത്തിന് വേണ്ടി പോരാടി. നിങ്ങൾ മനസ്സിലാക്കൂ, KSRTC ബസ്സിലെ ഡ്രൈവർമാരും കണ്ടക്ടറും മദ്യപിക്കരുത് ഞാൻ നിർബന്ധം പിടിച്ചു. അവരെ കുടുംബത്തിന് ആശ്വാസം ഉണ്ടായി. അതുകൊണ്ട് കഴിഞ്ഞ വർഷം KSRTCയുടെ മൊത്തം അപകടത്തിന്റെ എണ്ണം 375 കണ്ടാണ്. ഈ വർഷം മൊത്തം 175 താന്നു. മരണം 68ആയിരുന്നു, അത് 63ആയി കുറഞ്ഞു. മേജർ ആക്സിഡൻസ് 384 കണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ഈ വർഷം അത് കുറഞ്ഞ് 187 കണ്ടായി.
എത്ര കുറഞ്ഞ മരണം 68 63 പലതും ഇങ്ങോട്ട് വന്ന് ഇടിച്ചു മരിച്ചതാണ്. അല്ല, KSRTC ഡ്രൈവർ അങ്ങോട്ട് കൊണ്ട് ഇടിച്ചു പോകുന്ന കേസുകൾ വളരെ അത് കുറവാണ്. കുറെ അധികം ഇങ്ങോട്ട് വന്ന് ഇടിച്ച് മരണം കൂടി ചേർത്ത് കൊണ്ട് എടുത്തിരിക്കുകയാണ്. ആക്സിഡന്റിൽ മരണം സംഭവിച്ചിട്ടുണ്ടെന്ന് മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. പലപ്പോഴും ഇങ്ങോട്ട് വന്ന് ഇടിക്കുക. ഇപ്പൊ ഇടത്ത സമയത്ത് നിലമേല് അയ്യപ്പന്മാർ വന്നൊരു വണ്ടി ഇടിച്ച് 2 പേര് മരിച്ചു. അവർ ഇങ്ങോട്ട് വന്ന് കയറിയായിരുന്നു ബസ്സിലേക്ക്, ഉറങ്ങിപ്പോയിട്ട് വന്ന് കയറിയതാണ് അവർ. അപ്പൊ അങ്ങനെ KSRTC നന്നാക്കി അതിൽ അഭിമാനം കൊള്ളുന്നത് പത്തനാപുരത്തുകാരാണ്. ബാലപാല പറഞ്ഞ കറക്റ്റല്ലേ? നിങ്ങൾ തെരഞ്ഞെടുത്ത MLA അല്ലേ ട്രാൻസ്പോർട്ടിന്റെ മന്ത്രി? അയാൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത്? നിങ്ങളുടെ അഭിമാനമല്ലേ വാനോളം ഉയരുന്നത്? ഈ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ ഒരു കാലത്തും ഉണ്ടാകാത്ത വികസനം സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്ന് ആർക്കും അവകാശവാദം ഉന്നയിക്കാനില്ല. നമ്മുടെ നാട്ടില് പണം അനുവദിച്ചാൽ പോരാ, പണി തീർക്കണം അല്ലേ? നമ്മുടെ പണി തീർക്കണ്ടേ? അതുകൊണ്ട് പിണറായി വിജയനാണ് ഇതിന്റെ എല്ലാം നടപടിയെടുത്തത്. കാരണം പോർട്ടിന്റെ പണി തുടങ്ങി, അവിടെ മുതൽ ഇങ്ങോട്ട് ഈ പോർട്ടിന്റെ പണിയെ ഓരോ ഘട്ടത്തെയും വന്ന പ്രതിസന്ധികളെ തരണം ചെയ്ത് ആവശ്യമുള്ള പൈസ എല്ലാം കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്നത് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ്. അത് നമ്മൾ അംഗീകരിക്കണം. അല്ലാതെ എന്റെ കാര്യമാണ്. ഞാൻ ഈ പോർട്ട് സ്വപ്നം കണ്ടാണ് കേരളത്തിൽ ആദ്യമായി KV തോമസ് മാഷ് പറഞ്ഞത്. കേരളത്തിൽ ആദ്യമായി കൊച്ചിയിൽ മെട്രോ എന്ന ആശയം പറയുന്ന ഞാനാണ്. ആന്റണി സർക്കാരിലിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ആദ്യമായിട്ട് ഈ ആശയം പറയുന്ന ഗണേഷ് കുമാറാണ് എന്ന് കരുതി കൊച്ചി മെട്രോ ഞാനാണ് ഉണ്ടാക്കിയത്. ആശയം പറഞ്ഞു വെച്ചാൽ ഞാനല്ലല്ലോ കൊച്ചി മെട്രോ ഉണ്ടാക്കിയത്, അത് വേറെ ആൾക്കാരല്ലേ. ഞാൻ കൊച്ചി മെട്രോ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് നടക്കണ്ടായിരുന്നു. ഞാൻ എന്റെ മനസ്സിൽ തോന്നിയ ആശയം ഞാൻ പറഞ്ഞു. ആ ആശയം സ്വീകരിച്ചു. പിന്നീട് അത് സ്വീകരിക്കപ്പെട്ടു, അത് നടപ്പിൽ വന്നു, അത് ഉപകാരപ്രദമായി മാറി. അപ്പൊ അത് കൊച്ചിയിലെ മെട്രോ എന്റെ എന്ന് പറയാൻ ഞാനില്ല. അത്തരം പൊങ്ങച്ചൊന്നും നമ്മുടെ ഇല്ല. ഉള്ളതേ പറയൂ. അത് ഒരു വീഡിയോ ഇറങ്ങിയിട്ട് അത് കണ്ടാ അറിയാം. ആശുപത്രിയും വന്നു, കൊച്ചിക്കളവിൽ പാലം വന്നു, കരിയന്തോപ്പുഴ വരുമ്പോ പാലം വരും. ഇതൊക്കെ LDFന്റെ നേട്ടമാണ്, LDF പ്രവർത്തകരുടെ നേട്ടമാണ്, ഈ നാട്ടിലെ ജനങ്ങളുടെ നേട്ടമാണ്. ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി ഈ നാടിന്റെ നന്മ സ്വപ്നം കാണുന്ന ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾക്കുള്ള സമ്മാനങ്ങളാണ്. അവർക്ക് അവകാശപ്പെട്ടതാണ്, അവരുടെ അധികാരത്തിൽപ്പെട്ടതാണ്, അവർ നേടിയെടുത്തതാണ് എന്ന് പറയും. 25 വർഷം എന്നെ MLA ആയി തെരഞ്ഞെടുത്തുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ നേടിയെടുത്ത നേട്ടങ്ങളാണ് ഈ കാണുന്നതെല്ലാം എന്ന അഭിമാനത്തോടെ ഞാൻ പറയും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കേരളത്തിലെമ്പാടും വികസനത്തിന്റെ വലിയ വേലിയേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണി സർക്കാരിനെതിരെ അപകീർത്തികരമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച്, കള്ളക്കഥകൾ പ്രചരിപ്പിച്ച്, ജനങ്ങളെ തട്ടിക്കാൻ ജാതി മതചിന്തകൾ ഉണർത്തിവിട്ട് ശ്രീനാരായണ ഗുരുദേവിന്റെയും മന്ദത്ത് പത്മനാഭന്റെയും അയ്യങ്കാളിയുടെയും ഒക്കെ ആശയങ്ങളെ തകർത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചും വിജയിച്ചു കയറാമെന്ന UDFന്റെ വ്യാമോഹത്തിന് വിരാമിട്ടുകൊണ്ട് ഈ വികസന ജാഥയെ നിങ്ങൾ സ്വീകരിച്ചതിൽ ഒരുപാട് നന്ദി പറഞ്ഞു. ഇവിടെ നൽകിയ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വരും ദിവസങ്ങളിൽ പത്തനാപുരത്തിന്റെ മുക്കിലും മൂലയിലും നമ്മളെത്തും. അവിടെ ഓരോ സ്ഥലത്തെയും വന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്ക് വിശദീകരിക്കാൻ നേതാക്കൾക്ക് കഴിയും. കേരളത്തിലെ രാഷ്ട്രീയത്തിലെ UDFന്റെ കള്ളത്തരങ്ങൾ, വർഗീയതയുടെ ആപത്ത്, ഇതെല്ലാം പറഞ്ഞു മനസ്സിലാക്കാൻ കരുത്തുള്ള നേതാക്കന്മാരാണ് ഈ യാത്രയിൽ പങ്കെടുക്കുന്നത്. അത് ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കും. കേരളത്തിലെ ജനങ്ങൾ അത് അറിയണം. ഇവിടെ മാത്രമല്ല, ശ്രീ ബിനോയ് യൂസുഫിന്റെ നേതൃത്വത്തിലും ഗോവിന്ദ മാഷിന്റെ നേതൃത്വത്തിലും ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലും 3 ജാഥകൾ കേരളത്തിൽ കടന്നു വരുന്നുണ്ട്. അതിലെ ബിനോയ് യൂസുഫ് നയിക്കുന്ന ജാഥ 9-ാം തീയതി പത്തനാപുരത്ത് വരുമ്പോൾ നമുക്ക് കാണാം. ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് കേരളത്തിലെ ജനങ്ങളെ എന്താണ് പിണറായി സർക്കാരിന്റെ ഗുണം, എന്താണ് ഉണ്ടായ വളർച്ച, എന്താണ് മാറ്റങ്ങൾ. ഇവിടെ മതസ്പർദ്ധ ഉണ്ടായില്ലെന്ന് മാത്രം നിങ്ങൾ അറിയണം. ആലോചന പറഞ്ഞു ഇവിടെ ഒരു മതസ്പർദ്ധയോ വർഗീയതകളെ ഉണ്ടായില്ല 10 വർഷത്തിനിടയിൽ. 10 വർഷത്തിനിടയിൽ പവർ കട്ട് ഉണ്ടായിട്ടില്ല. ഇതെല്ലാം നമ്മുടെ നേട്ടങ്ങളാണ്. പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം ഉയർന്നു, എത്രയെത്ര ഉന്നതികൾ മാറി. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടിക്കൊപ്പം ശക്തമായി തോളോട് തോള് ചേർന്ന് നമ്മൾ മുന്നോട്ട് പോകണം. രാജ്യത്തെ മതേതരത്വം നിലനിൽക്കേണ്ടതുണ്ട്. ഈ നാട്ടിലെ മതസൗഹാർദ്ദം നിലനിൽക്കേണ്ടതുണ്ട്. ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞല്ല, നന്മയുടെ പേര് പറഞ്ഞു, വികസനത്തിന്റെ പേര് പറഞ്ഞു, പുരോഗതിയുടെ പേര് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഒപ്പം നിങ്ങൾ എല്ലാവരും അണിനിരക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.